വെരി ഗുഡ് ഈവനിങ് ടു ഓൾ ഓഫ് യു. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പോസ് എന്ന് പറയുന്ന പോസിറ്റിവിറ്റി ആൻഡ് പോസിബിലിറ്റി എന്നുള്ള ഫ്രൈഡേ ടോക്ക് സീരീസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഞാൻ ഇന്നത്തെ ഒരു വെൽക്കം അഡ്രസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് എല്ലാവരോടും ഒരു വിനീതമായ ഒരു അഭ്യർത്ഥന ഉള്ളത്, ദയവ് ഇത് നിങ്ങളുടെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ, പ്രത്യേകിച്ച് നിങ്ങൾ സൂമിൽ അറ്റൻഡ് ചെയ്യുന്നവർ ദയവ് ഇത് അതൊന്ന് അവോയ്ഡ് ചെയ്യുക. കാരണം നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഡൗട്ട്സും പലവരുടെയും ടേക്കപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഈ ചാറ്റ് ബോക്സിൽ കൂടെ. അപ്പോൾ ദയവ് ഇത് സ്റ്റുഡൻസ് ഫോർ യുവർ ഇൻഫർമേഷൻ, ദയവ് ഇത് നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ അവോയ്ഡ് ചെയ്യുക. വി നോ ദാറ്റ് യു ആർ ഹിയർ ആൻഡ് വി റെസ്പെക്ട് ദാറ്റ് യു ഹവ് ടേക്കൺ യുവർ ടൈം ആൻഡ് യു ആർ ഹിയർ. അപ്പോൾ ദയവ് ഇത് ഒരിക്കൽ കൂടെ ഇൻട്രൊഡക്ഷൻ അവോയ്ഡ് ചെയ്യുക, യുവർ സെൽഫ് ഇൻട്രൊഡക്ഷൻ. പോസ് എന്ന് പറയുന്ന ഈ ഫ്രൈഡേ ടോക്ക് സീരീസ് നിങ്ങൾ അനവധി വീക്കുകളായിട്ട്, ആഴ്ചകളായിട്ട് നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഈ സെൽഫ് പ്രൊമോ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടതുപോലെ ടു ഹോൾഡ് ഹാൻഡ്സ്, നിങ്ങളെ പോലുള്ള യങ് ആൻഡ് എനർജറ്റിക് യങ്സ്റ്റേഴ്സിന്റെ കൈ പിടിച്ച് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങളുടെ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയറിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു സതുദ്ദേശത്തോടു കൂടിയാണ് മിഷൻ ബെറ്റർ ടുമോറോന്റെ ബാനറിൽ പോസ് എന്നുള്ള ടോക്ക് സീരീസ് വളരെ പ്രഗത്ഭരായിട്ടുള്ള കുറച്ച് സ്പീക്കേഴ്സിനെയും അവരുടെ സ്റ്റോറീസ് ഷെയർ ചെയ്യാനും അവരുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാനും അവരുടെ ജീവിതത്തിലെ അപ്സ് ആൻഡ് ഡൗൺസ് ഷെയർ ചെയ്യാനുമായിട്ടുള്ള ഒരു വേദിയാണ് ഈ പോസ് എന്നുള്ള ടോക്ക് സീരീസ്. നമുക്ക് ഒരുപക്ഷെ എല്ലാവർക്കും അറിയാം, ഒരു റിമൈൻഡർ ആയിട്ട് ഈ കാലഘട്ടം, കോവിഡ് എന്ന് പറയുന്ന ഒരു കാലഘട്ടം, നമ്മൾ ഒരു കൊച്ചു കേരളത്തിലുള്ള ആൾക്കാർക്കോ ജനങ്ങൾക്കോ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ജനങ്ങൾക്കോ മാത്രമായിട്ട് ബാധകമായിട്ടുള്ള ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഈവന്റ് അല്ല. ഇത് ഒരു ലോകമെമ്പാടും എല്ലാവരും തുല്യ ദുഃഖിതരായിട്ടോ അല്ലെങ്കിൽ ഒരു തുല്യമായിട്ടുള്ള ഒരു പാച്ചിൽ കൂടെയോ ഫേസിൽ കൂടെയോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ്. അപ്പൊ എന്നിരുന്നാൽ കൂടെ നമ്മൾ എല്ലാവരും ആലോചിക്കേണ്ടതും ഓർക്കേണ്ടതും ദിസ് ഇസ് ഓൺലി എ വെരി ടെമ്പററി ഫേസ് എന്നുള്ളത് നമ്മളെല്ലാവരും വളരെ ദൃഢമായിട്ട് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാവണം എന്ന് ഞാൻ ഈ വേളയിൽ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ മിഷൻ ബെറ്റർ ടുമോറോ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു ടോക്ക് സീരീസ് കൊണ്ടുവരുമ്പോൾ ഇതിന്റെ പുറകിലുള്ള കുറച്ച് ഗുഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ആൾക്കാരെ ഒരു ടീം വർക്കിന്റെ ഭാഗമാണ്. ഞാൻ അവരെ ഒന്ന് പെട്ടെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഇന്നത്തെ സെഷൻ കോർഡിനേറ്റ് ചെയ്യാൻ പോകുന്നത് മുഹമ്മദ് സേഫ്, ORC സ്റ്റേറ്റ് കോർഡിനേറ്റർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ആനന്ദ് ഹരിദാസിന്റെ കൂടെ. ആനന്ദ് ഹരിദാസ് ഫോർമർ ഹിന്ദു എഡിറ്റർ ആണ്, അദ്ദേഹം ഒരു ഫ്രീലാൻസ് റൈറ്ററും കൂടെയാണ്. നമ്മുടെ ടോപ്പിക്കിന്റെ പുറയിലുള്ള റിസർച്ച്, നിങ്ങൾക്ക് കണ്ടന്റ്സ് കൊണ്ടുവരാനും സ്പീക്കേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാനും അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഫ്ലോ കൊണ്ടുവരാനും ഒക്കെ അതിന്റെ പുറകിലുള്ള റിസർച്ച് ചെയ്യുന്ന ആൾക്കാരാണ് ഇവര്. ഹരീഷ് KE ഫ്രം കോഴിക്കോട് സദ്ഭാവന ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ CEO ആണ് അദ്ദേഹം. പ്രൊഫസർ അമൃത് ജി കുമാർ ഫ്രം കാസർഗോഡ്. മൈസെൽഫ് രഞ്ജിത്ത് വാര്യർ. നിരഞ്ജന മേനൻ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ ലണ്ടനിൽ നിന്ന് കഴിഞ്ഞിട്ട് ഒരു സിവിൽ സർവീസ് ആസ്പിറന്റ് ആണ്. കവിരാജ് നായർ is an IT professional. വിജയ് ഭാസ്കർ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. ഞാനും വിജയ് ഭാസ്കറും എറണാകുളത്ത് നിന്നുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻസ്. എഞ്ചിനീയർ ആനന്ദമണി ഫ്രം കോഴിക്കോട് ആൻഡ് രോഹിത് ഫിലിപ്പ് is also an IT professional.
നമ്മുടെ ക്രിയേറ്റീവ് കണ്ടന്റ് നിങ്ങൾക്കുള്ള നല്ല ഭംഗിയായിട്ടുള്ള പ്രൊമോ വീഡിയോസും ഇൻട്രൊഡക്ഷൻസും ഈ കാണുന്ന എല്ലാ സൂമും പ്ലാറ്റ്ഫോംസും എല്ലാം റെഡിയാക്കുന്ന ക്രിയേറ്റീവ് ആൻഡ് ടെക്നിക്കൽ ടീമാണ് ഡാനിഷ് ഫ്രം കോഴിക്കോട്, പ്രശാന്ത് ചന്ദ്രൻ ഫ്രം ട്രിവാൻഡ്രം, ആര്യ ചന്ദ്ര ഫ്രം ട്രിവാൻഡ്രം ആൻഡ് ബൈജു ഓൾസോ ഫ്രം ട്രിവാൻഡ്രം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഇന്നത്തെ സെഷൻ ടോപ്പിക് നിങ്ങൾക്ക് എല്ലാവരും കണ്ടു കാണും, ക്യൂരിയോസിറ്റി ദി എൻജിൻ ഓഫ് എക്സ്പ്ലോറേഷൻ. നമുക്ക് വളരെ പ്രഗത്ഭരായിട്ടുള്ള രണ്ട് സ്പീക്കേഴ്സ് ആണ് നമുക്ക് ഇന്നതിന് വേണ്ടി. നമുക്ക് ലെറ്റ് us have a quick view of a promo video. Prashant, promo video please. പ്രശാന്ത്, എനിക്ക് തോന്നുന്നു ഇന്നത്തെ ടോപ്പിക് ക്യൂരിയോസിറ്റി ദി എൻജിൻ ഓഫ് എക്സ്പ്ലോറേഷനെ പറ്റിയിട്ട് ഒരുപക്ഷെ ഇതിലും നല്ല രണ്ട് പേഴ്സണാലിറ്റികളെ കിട്ടാൻ എനിക്ക് തോന്നുന്നു വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ രണ്ടുപേരെയും വളരെ ഫേമസ് ആയിട്ടുള്ള ടോൾ സ്റ്റാൻഡിങ് പേഴ്സണാലിറ്റീസ് ആണ് നിങ്ങൾ കണ്ടു കാണും വീഡിയോ പ്രകാരം. സന്തോഷ് ജോർജ് കുളങ്ങര അവർ ഒരുപക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നു, അല്ലെങ്കിൽ കുട്ടിക്കാലം തൊട്ട് നമ്മളെല്ലാവരും സഞ്ചാരം എന്നുള്ള TV സീരീസ് ഞാനൊന്നും ഒരിക്കലും മിസ് ചെയ്തിട്ടില്ല. ഒരുപക്ഷെ ഒരു ഞായറാഴ്ച വൈകുന്നേരം അല്ലെ ഞായറാഴ്ച രാവിലെ എണീക്കാനുള്ള ഒരു ബെഡിൽ നിന്ന് എണീക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ ആണ് സഞ്ചാരം കാണുക എന്നുള്ളത്. കുടുംബത്തോടെ എല്ലാവരും, എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ എല്ലാ മലയാളികളുടെ വീടുകളിലും ഒരു വളരെ കോമൺ ആയിട്ടുള്ള ഒരു സൈറ്റ് ആയിരിക്കും ഞായറാഴ്ച രാവിലെ ഏഷ്യാനെറ്റിൽ സഞ്ചാരം കാണുക എന്നുള്ളത്. അപ്പോൾ ആൻഡ് ഓൾസോ മോട്ടിവേഷൻ. എന്നെ പോലെയുള്ള ഒരാൾക്ക് ഞാൻ 26 രാജ്യങ്ങളിൽ സഞ്ചരിച്ചതിൽ എനിക്ക് തോന്നുന്നു ഒരു one point of inspiration I think is definitely Santosh George Kulangara sir. Thank you so much on behalf of each and everyone at Mission Better Tomorrow, all our viewers ന്റെ എല്ലാവരുടെയും പേരിൽ ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്ക് ഹാർദവമായ സ്വാഗതം ഇന്നത്തെ ടോക്ക് സീരീസിലേക്ക്. അതേപോലെയാണ് പ്രൊഫസർ ജേസൺ മാഞ്ഞാലി. അദ്ദേഹത്തിനെയൊക്കെ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. നിങ്ങളെല്ലാവരും ന്യൂ ജനറേഷൻ ആണല്ലോ, ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ യു വിൽ ഗെറ്റ് ദി എൻറ്റയർ ഡീറ്റെയിൽസ്. such a down to earth personality, yet ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ത്യയിൽ തന്നെ കോഗ്നിറ്റീവ് സയൻസിനെ പറ്റിയിട്ട് സ്റ്റഡി കൊണ്ടുവരുന്നിരുന്ന ആദ്യത്തെ, ഹി ഈസ് ദി പൈനിയർ ഹു ഗോട്ട് ഇൻ IIT ഗാന്ധിനഗറിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു സെന്റർ ഫോർ കോഗ്നിറ്റീവ് ആൻഡ് ബ്രെയിൻ സയൻസ്. ഇന്ത്യയിൽ തന്നെ പൈനിയർ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന വ്യക്തിത്വമാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള പ്രൊഫസർ, സച്ച് എ ഡൗൺ ടു എർത്ത് പേഴ്സണാലിറ്റി, നിരവധി അവാർഡുകളുടെ ജേതാവാണ്. ഹി ഈസ് എ റോൾ മോഡൽ ഫോർ മെനി സ്റ്റുഡൻസ്. താങ്ക് യു സോ മച്ച് പ്രൊഫസർ ഫോർ അക്സെപ്റ്റിംഗ് അവർ ഇൻവിറ്റേഷൻ. ഇന്ന് ഈ കുട്ടികളുടെ കൂടെ, ഇന്ന് ഞാൻ പറഞ്ഞ പോലെ രണ്ടുപേരും ഈ ക്യൂരിയോസിറ്റി എന്നുള്ള വാക്കിന് അക്ഷരാർത്ഥം എന്താ പറയുക റോൾ മോഡൽസ് ആയിട്ടുള്ള രണ്ട് വ്യക്തിത്വങ്ങളാണ്. താങ്ക് യു സോ മച്ച് ആൻഡ് വെൽക്കം ടു ബോത്ത് ഓഫ് യു ഫോർ ദിസ് ഫ്രൈഡേ ഈവനിങ് ടോക്ക് സീരീസ്. നമ്മുടെ എല്ലാവരുടെയും മിഷൻ ബെറ്റർ ടുമോറോ എന്ന് പറയുമ്പോഴും നന്മ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോഴും ഞങ്ങൾ ഒരു പറ്റം ടീം അംഗങ്ങൾ ഇതിന്റെ പുറകിൽ ഉണ്ടെങ്കിൽ കൂടെ ഞങ്ങളെല്ലാവരെയും നയിക്കുന്നത് നമ്മളെല്ലാവരെയും നമ്മളെല്ലാവരെയും നയിക്കുന്നത് ശ്രീ P. വിജയൻ IPS അവർകളാണ്. he sets the carpet for us and we run behind him എന്ന് വേണം ഒരുപക്ഷെ പറയാൻ. താങ്ക് യു സോ മച്ച് വിജയൻ സർ. ഞാൻ ഇന്നത്തെ ഓപ്പണിംഗ് റിമാർക്സിനായിട്ട് വിജയൻ സാറിനെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു.
Very good evening to all of you. Thank you, Ranjit. Hope I am audible to all of you. Yes, sir. Yeah. It's a very beautiful evening today because we have, that's we have two very eminent personalities here. Both are especially this Santosh Kulangara is very famous, very known to all of us. Jason, very നമ്മുടെ നാട്ടിൽ ഒരു അൺസങ് ഹീറോ ആണ്, ബട്ട് ഇറ്റ്സ് എ വെരി മോസ്റ്റ് എമിനന്റ് എന്ന് രഞ്ജിത്ത് പറഞ്ഞതുപോലെ. നമ്മുടെ ഈ പോസ്റ്റ് സീരീസിന്റെ ലാസ്റ്റ് തേർഡ് എഡിഷന്റെ ഈ ടോക്ക്, നാലാമത്തെ ടോക്ക് നമ്മൾ ബേസിക് ആയിരിക്കുന്ന ഈ തേർഡ് സീരീസിന് വെച്ചിരിക്കുന്നത് അൺലീഷിംഗ് ഹ്യൂമൻ പൊട്ടൻഷ്യൽ എന്ന്. Every human being is having enormous amount of human potential എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നിന്നാണ്. ഈ ഹ്യൂമൻ പൊട്ടൻഷ്യലിനെ എക്സ്പ്ലോർ ചെയ്യുന്നതിന് ട്രിഗർ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തെല്ലാമാണ്, ആ ഒരു അന്വേഷണമാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തേത് ക്രിയേറ്റിവിറ്റി, എർജ് ഫോർ ക്രിയേറ്റീവ് ആണ് ഒന്നാമത്തത്. രണ്ടാമത്തത് റീഡിഫൈനിങ് ദ ലിമിറ്റ്സ് എന്നുള്ളത് ഫേമസ് സ്പോർട്സ് സ്റ്റാറുകൾ നമുക്ക് വന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. എങ്ങനെയാണ് ഒരു ലിമിറ്റിൽ നിന്നും മറ്റൊരു ലിമിറ്റിലേക്ക് അവർ റീച്ച് ചെയ്യുന്നത് എന്നുള്ളത്. ദ ബെസ്റ്റ് പീപ്പിൾ വിൽ ബി ടു ടോക്ക് അബൌട്ട് ഈ സ്പോർട്സ് ആൻഡ് അത്ലറ്റ്സ് ആയിരിക്കും. മൂന്നാമത്തത് നമ്മൾ സ്ട്രൈവ് ഫോർ എക്സലൻസ് എന്നുള്ള, നമ്മളിലുള്ള എക്സലൻസിനെ എങ്ങനെ സ്ട്രൈവ് ചെയ്യാം, അതിൽ പ്രത്യേകിച്ചും ഗുരുക്കന്മാർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു. ദിസ് ഈസ് സംതിങ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ക്യൂരിയോസിറ്റി ബേസിക്കലി നമ്മളെ മലയാളത്തിൽ പറയുമ്പോൾ ജിജ്ഞാസ എന്ന് വേണമെങ്കിൽ പറയാം. ജിജ്ഞാസ, എന്തും ഏതും അറിയാനുള്ള ജിജ്ഞാസയാണ് നമ്മൾ അന്തർലീനമായി കിടക്കുന്ന എവരി ഹ്യൂമൻ ബീയിങ് ഈസ് ബ്ലസ്ഡ് വിത്ത് എനോർമസ് എമൗണ്ട് ഓഫ് ഇന്നർ പൊട്ടൻഷ്യൽ എന്നുള്ള അടിസ്ഥാന തത്വത്തിൽ നിന്നാണ് MBT ഈ സീരീസ് തുടങ്ങിയിരിക്കുന്നത്. എല്ലാവരും എവരി സെൽസ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ഫുൾ ഓഫ് എനർജി. അതിനെ ചിലർ എക്സ്പ്ലോർ ചെയ്യും, ചിലർ എക്സ്പ്ലോർ ചെയ്യില്ല. എക്സ്പ്ലോർ ചെയ്യാൻ ട്രിഗർ ചെയ്യുന്ന മോട്ടിവേറ്റിംഗ് ആൻഡ് ഇൻസ്പയറിംഗ് ഫാക്ടേഴ്സ് ആണ് നമ്മൾ പറയുന്ന ഒന്ന് ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ജിജ്ഞാസ എന്ന് പറഞ്ഞു. നമ്മൾ ഈ സെഞ്ചുറിയിലെയോ അല്ലെങ്കിൽ കഴിഞ്ഞ സെഞ്ചുറിയിലെയോ അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു നെക്സ്റ്റ് 2-3 സെഞ്ചുറീസ് അറ്റ്ലീസ്റ്റ് ജോർജ് ബെർണാഡ് ഷാ പറഞ്ഞതുപോലെ ഒരു പക്ഷേ യൂണിവേഴ്സ് തന്നെ ക്രിയേറ്റ് ചെയ്തെന്ന് പറയാവുന്നത് നമ്മൾ ഐൻസ്റ്റീൻ ആയിരിക്കും. അദ്ദേഹം സമ്മതിച്ചിരിക്കുന്നത് ഈ ലോകത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഹൈക്യൂ ഉള്ള വ്യക്തി എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നത്, ഐ ഹാവ് നോ സ്പെഷ്യൽ ടാലന്റ് ബട്ട് ഐ ആം പാഷനേറ്റ്ലി ക്യൂരിയസ് എന്ന്. എന്തും ഏതും അറിയാനുള്ള ഒരു വലിയ ഒരു ക്യൂരിയസ്നെസ് ആണ് എനിക്ക് ഉള്ള ഏറ്റവും പ്രത്യേകത എന്ന് ഐൻസ്റ്റീൻ ഒരിക്കൽ പറയേണ്ടായിരുന്നു. എന്താണ് ക്യൂരിയോസിറ്റി? ജസ്റ്റ് ഫോർ നമ്മളെ സംബന്ധിച്ചുള്ള സ്റ്റുഡൻസ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, പാരന്റ്സ് ഉണ്ട്. അതുകൂടാതെ വേരിയസ് അതർ പേഴ്സണാലിറ്റീസ് അക്രോസ് ദ വേൾഡ് ആർ വാച്ചിങ് ദിസ് വൺ ത്രൂ hundreds and thousands of Facebook account, YouTube, Instagram, and some of them are in the Zoom also. അത് സ്റ്റുഡൻസ് ഉണ്ട്. ഇവരുടെ എല്ലാവരും ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ പെട്ടെന്ന് പക്ഷേ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആകുന്ന പറയും. intense desire to explore and learn ആണ്. അറിയാനും എക്സ്പ്ലോർ ചെയ്യാനുമുള്ള, അറിയാനും അല്ലെങ്കിൽ അതിനെ കണ്ടെത്താനുമുള്ള ഒരു മനുഷ്യന്റെ ത്വരയെയാണ് ക്യൂരിയോസിറ്റി എന്ന് നമ്മൾ പലപ്പോഴും ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ചും അതൊരു ന്യൂ തിങ്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റ്. എന്തിനേയും അറിഞ്ഞറിഞ്ഞു പോകുമ്പോൾ അതിന്റെ എൻഡ് എന്ന് പറയുന്നത് പുതിയതിലേക്കുള്ള ഒരു അന്വേഷണമായിരിക്കുമെന്നത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. എന്താണ് കീ വേർഡ്സ് ഓഫ് ക്യൂരിയോസിറ്റി? ജിജ്ഞാസയുടെ ഒരു വ്യക്തിയുടെയും അതിന് ഭേദമില്ല. കാരണം എന്താണ്, സ്റ്റുഡൻസിനാണെങ്കിൽ അവരുടേതായ ലെവലിലുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, ടീച്ചേഴ്സിനാണെങ്കിൽ ഡിഫറെന്റ് ലെവലായിരിക്കാം, ഒരു ഫാമിലി മാൻ അല്ലെങ്കിൽ മറ്റൊരു ഏജിൽ നിൽക്കുന്നവരായിരിക്കുമെങ്കിൽ അവർക്ക് വേറെ ഒരു ലെവലായിരിക്കും. പക്ഷെ അടിസ്ഥാനപരമായ കീ വേർഡ്സ് ആർ സെയിം ഫോർ ഓൾ ഓഫ് us. അതിലെന്താണ്, അത് ആര്, എന്ത്, അല്ലെങ്കിൽ വെൻ, എപ്പോൾ, എവിടെ, ഇങ്ങനെ എന്നൊക്കെ ഉള്ള, എന്തുകൊണ്ട്, എങ്ങനെ എന്നൊക്കെ ഉള്ള ഒരു അന്വേഷണമാണ്, ഒരു ചോദ്യങ്ങളാണ്. ഒരു പക്ഷേ ബേസിക്കലി ഇതിന്റെ കീവേഡ്സ് ക്വസ്റ്റ്യനിങ്. ഒരു ക്യൂരിയോസിറ്റിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്തിനേയും ഏതിനേയും ചോദ്യം ചെയ്യുന്ന ഒരു മനസ്സാണ്. ചോദ്യം ചോദിക്കുക എന്ന് പറഞ്ഞത് ഒരു പോലീസുകാരന്റെ ചോദ്യം ചെയ്യലല്ല, മറിച്ച് അത് എന്തുകൊണ്ടല്ല. പണ്ട് ചില പാട്ടുകളുണ്ട്, കാക്ക മലന്ന് പറക്കാത്തത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ ആന പറക്കാത്തത് എന്തുകൊണ്ട് എന്നൊക്കെ ചോദിക്കുന്നത് പോലെ എന്തുകൊണ്ട്, ആര്, എന്ത്, എങ്ങനെ, എപ്പോൾ എന്നൊക്കെ ചോദിക്കുന്ന ഒരു രീതിയാണ്. ഇതിന്റെ നമ്മളെ രണ്ട് പ്രമുഖ വ്യക്തികളുടെ ഒരു പ്രത്യേകത, സന്തോഷ് കുളങ്ങര ഒരു പക്ഷേ ഇങ്ങനെയുള്ള ഒരു ക്യൂരിയോസിറ്റിയെ
തിയറി ആയിട്ട് എടുത്തത് കൊണ്ടായിരിക്കില്ല. അദ്ദേഹം ഒരുപക്ഷെ അതിൽ അന്തർലീനമായി കിടക്കുന്ന അടിസ്ഥാന കാര്യം എന്ന് പറയുന്നത് ഈ അറിയാനും കണ്ടെത്താനുമുള്ള ഒരു ജിജ്ഞാസയായിരിക്കണം ലോകം മുഴുവൻ അദ്ദേഹത്തെ പല രീതിയിലേക്കും അന്വേഷണത്തിന് തിരിച്ചത്. പക്ഷേ നമ്മൾ കൂടെ ഇരിക്കുന്ന പ്രൊഫസർ എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും വലിയ അഗാധമായിരിക്കുന്ന റിസർച്ച് നടത്തിയിട്ട് ക്യൂരിയോസിറ്റി കിയോസ്ക് പോലെയുള്ള കുട്ടികളുടെ പഠനവും അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഏത് ലെവലുള്ള വിദ്യാർത്ഥികളുടെയും ലേണിംഗ് ഔട്ട്കം ക്യൂരിയോസിറ്റി ഇൻക്രീസ് ചെയ്തിട്ട് എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നുള്ളതിനെ കുറിച്ചിരിക്കുന്ന പഠനം നടത്തിയിരിക്കുന്ന ഒരു റിസർച്ച് സ്കോളർ കൂടിയാണ്. വളരെ അത്ഭുതകരമായിരിക്കുന്ന രണ്ട് കോമ്പിനേഷനാണ്. ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്ന ആള്, മറ്റൊരാള് അതിന്റെ ശാസ്ത്രീയമായിരിക്കുന്ന കാര്യകാരണങ്ങൾ അന്വേഷിക്കുന്ന ഒരാൾ. ഇവിടെ നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ചെയ്യേണ്ടുന്ന ഒരു കാര്യം, ഓൾവേസ് തിങ്ക് അബൌട്ട് ക്വസ്റ്റ്യൻസ്. എന്തുകൊണ്ട് അതല്ല, അല്ലെങ്കിൽ എങ്ങനെ അത് എന്തുകൊണ്ട് അങ്ങനെ, അല്ലെങ്കിൽ എന്താണ് അത് എന്നൊക്കെ നിരന്തരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള. ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഒരിക്കലും ചോദ്യത്തിന് വേണ്ടി മാത്രമല്ല. ഞങ്ങൾ പലപ്പോഴും പല കോൺഫറൻസുകളും മീറ്റിങ്ങിലും ഒക്കെ കണ്ടിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന ആളുകളുടെ ഒരു കാര്യം, ഞാനിവിടെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്നത്, ചിലപ്പോൾ ഒരു പക്ഷേ ഒരു വേദിയെ അസ്വസ്ഥമാക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന ആൾ. അതല്ല, കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളെയാണ് ഇവിടെ ജിജ്ഞാസ എന്ന് പറഞ്ഞത്. കൂടുതൽ അറിയാനുള്ള ഉത്കണ്ഠയിൽ നിന്നുണ്ടാകുന്ന, ആകാംക്ഷയിൽ നിന്നുണ്ടാകുന്നതാണ് ഈ പറയുന്ന ചോദ്യങ്ങൾ ആയിരിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ എപ്പോഴും ഒരു കാര്യം, എല്ലാവരെയും ചോദ്യം ചോദിക്കാൻ പേടിപ്പിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഗെറ്റ് കംഫർട്ടബിൾ. ഒരു അൺകംഫർട്ടബിൾ ആയിരിക്കുന്ന പല കാര്യങ്ങളും. ഒരു പക്ഷേ നമ്മളൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമ്മൾ ഒരു പക്ഷേ സ്റ്റുപ്പിഡ് ആണെന്ന് പലരും കരുതി കളയുമോ, അത് എനിക്ക് അറിയില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ തെറ്റായി കളയുമോ എന്നൊക്കെയുള്ള ഒരു കാര്യമുണ്ട്. പണ്ട് ഞങ്ങളുടെ ഒരു കോൺഫറൻസിൽ ഞങ്ങളുടെ ഒരു മുതിർന്ന സീനിയർ പോലീസ് ഓഫീസർ DGP പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു പക്ഷേ ഒരു ചോദ്യം നമ്മൾ മനസ്സിൽ ഉദിച്ചു വന്നിട്ട് ചോദിച്ചാൽ ഫൂളായേക്കാം ഒരു 5 മിനിറ്റ് നേരത്തേക്ക്. ചോദിക്കാതിരുന്നാൽ നമ്മൾ ആജീവനാന്തം ഫൂളായി പോകുന്ന അവസ്ഥ വരുമെന്ന്. അതുകൊണ്ട് ചോദ്യങ്ങൾ മനസ്സിലുണ്ടാവുമ്പോൾ മറ്റുള്ളവരെന്ത് കരുതുമെന്ന് നമ്മൾ നിരന്തരമായിട്ട് ചോദിക്കാതെ കരുതി കഴിഞ്ഞാൽ പക്ഷെ നിരന്തരമായിരിക്കുന്ന ഒരു ഫൂളായി മാറിയേക്കും. ഒരു കുട്ടി, ഒരു 4 വയസ്സുകാരൻ, ഒരു ശരാശരി 4 വയസ്സുകാരനോ വയസ്സുകാരി ശരാശരി 200 മുതൽ 400 വരെ ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നാണ് കണക്കാക്കുന്നത്. ചില റിസർച്ചുകൾ ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻസ് എന്നുള്ള ഒരു പുസ്തകത്തിലൊക്കെ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ച്, അപ്പൊ അതിനകത്ത് എഴുതിയിരിക്കുന്ന ചിന്തകള് എന്തെന്ന് വെച്ചാൽ 40,000 ചോദ്യങ്ങൾ 3 വയസ്സിന്റെയും 5 വയസ്സിന്റെ ഇടയിലുള്ള ഒരു കുട്ടി ചോദിക്കുന്നു എന്നുള്ള. ഒരുപക്ഷെ ആളുകളുടെ ഒരാളുടെ വ്യക്തി വികസനത്തിന്റെ ഏറ്റവും വലിയ ഒരു ദാരിദ്ര്യം വരുന്നത് ഈ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള നമ്മളുടെ ത്വരയെ നമ്മളുടെ പാരന്റ്സും ടീച്ചേഴ്സും സിസ്റ്റവും എല്ലാം നിരന്തരമായി കൊന്നുകളയുന്നതാണ് എന്ന് തോന്നുന്നു. നിരന്തരമായി ഒരു കുട്ടി ഇത്രയും 40,000 ചോദ്യങ്ങൾ 5 വർഷത്തിനുള്ളിൽ 2 വർഷത്തിനുള്ളിൽ ചോദിക്കുന്നത് ഏതാനും ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കഴിയുമ്പോൾ ചോദ്യങ്ങളില്ലാതെയായി മാറുന്നത് തന്നെ ആയിരിക്കാം നമ്മുടെ സമൂഹമൊക്കെ മുന്നോട്ടേക്കുള്ള പോക്കിനെ തടയപ്പെടുന്നു എന്നുള്ളതുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാ മുതിർന്ന ആളുകളും ചോദിക്കുന്നവൻ ചോദിക്കുന്നത് എന്തിനു വേണ്ടിയെന്നും അതോടൊപ്പം തന്നെ ചോദ്യങ്ങൾ കേൾക്കേണ്ടുന്ന പാരന്റ്സും ടീച്ചേഴ്സ് എല്ലാം തന്നെ ഈ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ഓർക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കാര്യം നമ്മൾ എല്ലാവരും ആലോചിക്കേണ്ടത്, പലപ്പോഴും നമ്മൾ മനസ്സിൽ പല ചോദ്യങ്ങളും വരും. ആ ചോദ്യങ്ങളെല്ലാം തന്നെ ഒരു എഴുതി വെക്കുക. ഇതുവരെയുള്ള ചോദ്യങ്ങളെങ്കിലും നിങ്ങൾ ഒരു പുസ്തകത്തിലോ ഒരു നോട്ട്ബുക്കിലോ എഴുതി വെക്കുക. എന്നിട്ട് ജസ്റ്റ് ക്ലിയർ ഇറ്റ്. അത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നിരന്തരമായി അന്വേഷിക്കുക. ഒരുപക്ഷെ ചോദ്യങ്ങളുടെ ഉത്തരം എന്ന് പറയുന്നത് നമ്മളായിരിക്കില്ല കണ്ടെത്തുക. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു പ്രൊഫസറോട് ചോദിക്കുന്നു, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലൈഫ്, എന്താണ് ജീവിതത്തിന്റെ അർത്ഥമെന്ന്. അദ്ദേഹം എന്നെ അദ്ദേഹത്തിന്റെ സ്റ്റാഫ് റൂമിൽ കൂട്ടിക്കൊണ്ടുപോയി പിടിച്ചിരുത്തിയിട്ട് എന്നോട് പറഞ്ഞു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നതാണ് ജീവിതത്തിന്റെ രഹസ്യം എന്നുള്ളത്. എന്നതുപോലെ നമ്മൾ ചോദ്യങ്ങൾ എഴുതി വെക്കുക, എന്നിട്ട് നമ്മൾ തന്നെ അത് അറിയാൻ വേണ്ടി നിരന്തരമായ അന്വേഷണം നടത്തുക. ഇവിടെ ഒരു കാര്യം ഒരു നിങ്ങൾക്ക് നൽകാവുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ചിന്തിക്കാവുന്ന ഒരു കാര്യം എന്ന്, എല്ലാ ദിവസവും ഒരു ചോദ്യം നമ്മൾ മനഞ്ഞെടുക്കുക, ഉണ്ടാക്കിയെടുക്കുക, ചിന്തിച്ചെടുക്കുക. നെക്സ്റ്റ് ഡേ അതിന്റെ ഉത്തരം അന്വേഷിച്ചു പോവുക. വളരെ മനോഹരമായിരിക്കും ജീവിതം, വളരെ രസകരവുമായിരിക്കും ജീവിതം. ഈ ലോകം തന്നെ ഒരു പക്ഷേ നമ്മളിലൂടെയൊക്കെ നിങ്ങളുടെ പലരിലൂടെയൊക്കെ ഒരു അത്ഭുത ലോകത്തേക്ക് നയിക്കപ്പെടാനും സാധ്യതയുണ്ട്. അങ്ങനെ നമുക്ക് ഒരു ബെറ്റർ ടുമാറോ, ഒരു നല്ല നാളെ നമുക്ക് സൃഷ്ടിക്കാനും പറ്റും. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് സർ. വളരെ മനോഹരമായിട്ട്, പ്രത്യേകിച്ച് അവസാനത്തെ സ്ലൈഡും കൂടി ആയപ്പോഴത്തേക്ക് വളരെ മനോഹരമായിട്ട് ഈ ഒരു വിഷയത്തെ നമുക്ക് തുടങ്ങി വെച്ചിരുന്നതിന് വലിയൊരു നന്ദി സർ. നമുക്ക് ഇനി നമ്മുടെ ചർച്ചയിലേക്ക് കടക്കേണ്ട സമയമാണ്. നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഈ ജനമനസ്സുകളിൽ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾക്ക്
വിത്ത് പാകുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ പ്രത്യേകിച്ച് ഈ മഹാമാരിയുടെയൊക്കെ ഘട്ടത്തിൽ നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഒത്തൊരുമിച്ച് പുതിയ സാധ്യതകൾ അന്വേഷിക്കുന്നതിനും നമ്മൾ തുടങ്ങി വെച്ചിട്ടുള്ള ഈ പോസ്റ്റ് ടോക്കിന്റെ 3ാം അധ്യായത്തിൽ അൺലീഷിംഗ് ഹ്യൂമൻ പൊട്ടൻഷ്യൽ എന്ന തീമിനെ മുൻനിർത്തിയുള്ള ചർച്ചയാണ്. അതില് ഇന്നത്തെ വിഷയം വളരെ പ്രധാനപ്പെട്ട വിജയൻ സർ സൂചിപ്പിച്ചതുപോലെ ക്യൂരിയോസിറ്റി ദ എഞ്ചിൻ ഓഫ് എക്സ്പ്ലോറേഷൻ എന്നുള്ളതാണ്. നമുക്ക് വളരെ അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള 2 വ്യക്തിത്വങ്ങളെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വിജ്ഞാനവും വിനോദവും നിറഞ്ഞ യാത്രകൾ കൊണ്ട് നമ്മളെ ത്രസിപ്പിക്കുകയും അതുപോലെ തന്നെ പ്രചോദിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള സന്തോഷ് ജോർജ് കൊളുങ്ങര സർ, അതുപോലെ തന്നെ ക്യൂരിയോസിറ്റി തന്നെ ഒരു വർഷങ്ങളായിട്ട് അതിൽ തന്നെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രൊഫസർ ജെയ്സൺ സർ, ഇവർ രണ്ടുപേരുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു 600-ലധികം ആളുകൾ, ഏകദേശം 700-ഓളം ആളുകൾ നമ്മുടെ സൂമിൽ ഇപ്പോൾ ഓൾറെഡി ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിരവധി ചോദ്യങ്ങൾ അവരുടേതായിട്ട് വരുന്നുണ്ട്. സൂമിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആളുകളോട് ഒരു അഭ്യർത്ഥന, നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ നിങ്ങളെ പരിചയപ്പെടുത്താനല്ല, മറിച്ച് ഈ പരിപാടിയെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പങ്കെടുക്കുന്ന അതിഥികളോട് നിങ്ങൾക്കുള്ള ചോദ്യങ്ങളും ചോദിക്കാനുള്ള അവസരമായിട്ട് ഈ ഒരു സൂം ചാറ്റ് ബോക്സിനെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ 1000-ലധികം ഫേസ്ബുക്കിൽ ഇത് ഷെയർ ചെയ്തു പോകുന്നുണ്ട്. അവിടെയും ഏകദേശം 1,00,000-ലധികം 2,00,000-അടുത്ത ആളുകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവർക്കും ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മുടെ കമന്റ് ബോക്സിൽ, നമ്മുടെ സമയത്തിന്റെ പരിമിതിക്ക് അനുസരിച്ച് ഈ സൂം ചാറ്റ് ബോക്സിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും വരുന്ന ചോദ്യങ്ങൾ നമ്മൾ എടുക്കുന്നതായിരിക്കും. നമുക്കൊട്ടും സമയം പാഴാക്കാതെ നമ്മുടെ ചർച്ചയിലേക്ക് കടക്കാം. എനിക്ക് തോന്നുന്നു നമ്മുടെ സന്തോഷ് ജോർജ് കൊളുങ്ങര സാറിൽ നിന്ന് നമുക്ക് തുടങ്ങാം. സർ നമസ്കാരം, ഗുഡ് ഈവനിങ്. സർ കേൾക്കാമല്ലോ അല്ലേ സർ? സന്തോഷ് സാർ കേൾക്കുന്നുണ്ട്. താങ്ക് യു സർ. ഗുഡ് ഈവനിങ് സർ. നമുക്ക് ഒരു ചോദ്യം ആദ്യമായിട്ട് നമുക്കൊരു ഡിസ്കഷൻ തുടങ്ങി വെക്കാനുള്ളത് സർ, സാറിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ വിപുലമായിട്ടുള്ള യാത്രകൾ കൊണ്ടും അതുപോലെ തന്നെ ഈ യാത്രകൾ കൊണ്ട് സമ്പന്നവുമാണ്, അനുഗ്രഹീതവുമാണ് സാറിന്റെ ജീവിതം. അപ്പൊ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ക്യൂരിയോസിറ്റി ദ എഞ്ചിൻ ഓഫ് എക്സ്പ്ലോറേഷൻ എന്നാണ് സർ. അപ്പോ സാറിന്റെ ജീവിതത്തിൽ ഈ ക്യൂരിയോസിറ്റി എന്നുള്ള ഘടകത്തിന് സാറിന്റെ അനുഭവങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു പങ്കിനെ കുറിച്ചൊന്ന് ചുരുക്കി വിശദീകരിക്കാമോ സർ? എൻ്റെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളും അല്ലെങ്കിൽ ഒരു ടേണിംഗ് പോയിന്റുകളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായതെല്ലാം എൻ്റെ സ്വന്തമായ അറിയാനുള്ള, അന്വേഷിച്ച് തേടിപ്പിടിക്കാനുള്ള ഒരാഗ്രഹത്തിൽ നിന്നാണ്. അത് എൻ്റെ മാത്രമല്ല, എല്ലാവരുടെയും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം. പക്ഷെ എൻ്റെ കാര്യത്തിൽ എൻ്റെ മാതാപിതാക്കളോ അധ്യാപകരോ ഒക്കെ ഒരു ക്യൂരിയോസിറ്റി നമ്മളിൽ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുകയായിരുന്നില്ല. ഞാൻ എൻ്റെതായ ഒരു വഴിയിലൂടെ അത് കണ്ടെത്തുകയായിരുന്നു. അവരൊക്കെ തീർച്ചയായും നമ്മളെ സഹായിച്ചിട്ടുണ്ട് പല ഘട്ടത്തിലും. പക്ഷെ അവര് ആഗ്രഹിച്ചതോ പ്രതീക്ഷിച്ചതോ ആയ ഒരു മേഖലയിലോ ഒന്നുമല്ല നമ്മളുടെ അന്വേഷണം ആരംഭിച്ചത്. അപ്പൊ അത് വളരെ രസകരമായ ഒരു ബാല്യകാലം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടുകൂടെ ആവാൻ സംഭവിച്ചത്. കാരണം എൻ്റെ പിതാവ് ധാരാളം യാത്രകൾ ചെയ്യാൻ ഇഷ്ടമുള്ള ആളായിരുന്നു. എൻ്റെ കുടുംബവും ഒത്ത് ഞങ്ങൾ കുറേയേറെ യാത്രകൾ ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിന് ഒരു പാരലൽ കോളേജ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു പാരലൽ കോളേജ് നടത്തിയിരുന്നു. അപ്പൊ അവിടുത്തെ കുട്ടികളെ ഞങ്ങളെയൊക്കെ ആയിട്ട് യാത്രകൾ ചെയ്യും. അപ്പോ മനസ്സിൽ ബാല്യകാലം മുതൽ തന്നെ നമ്മൾ കാണണമെന്നും അറിയണമെന്നും ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളെ ഒരു അക്കാഡമിക്കായി വളരെ ക്യൂരിയോസിറ്റിയോടുകൂടി സമീപിച്ച് അത് പോകുന്നതിന് മുമ്പ് തന്നെ പഠിച്ച് ആ സ്ഥലത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ ചരിത്ര സ്ഥലത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു വ്യക്തിയെക്കുറിച്ച് ഒക്കെ ഗഹനമായി പഠിച്ച് നമ്മുടെ മനസ്സിൽ ഒരു ആശയം രൂപീകരിച്ചതിന് ശേഷം അതിനെ ഒരിക്കൽ കൂടി ഉറപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ അവിടെ പോയി കണ്ട് അനുഭവിച്ച് തിരിച്ചു വരുമ്പോഴേക്കും നമ്മളുടെ ആ സ്ഥലം അല്ലെങ്കിൽ വ്യക്തി അല്ലെങ്കിൽ ആ സംഭവ സ്ഥലം ഇതൊക്കെ മറ്റൊരു തരത്തിലേക്ക് വളർന്നിട്ടുണ്ടാവും എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അപ്പൊ അങ്ങനെ ബാല്യകാലം മുതൽ തന്നെ ചില അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ കൂടുതൽ കാര്യങ്ങളിൽ ഇത്തരത്തിൽ സ്വയം പോയി കണ്ട് അനുഭവിച്ച് പഠിക്കണം എന്ന ചിന്ത ഉണ്ടായി. അത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എനിക്ക് അറിയുക, അനുഭവിക്കുക എന്ന കൗതുകത്തിനപ്പുറം എന്തുകൊണ്ട് ഈ മലയാളി സമൂഹത്തിന് മുഴുവൻ, ഞാനൊരു മാധ്യമ പ്രവർത്തനം തിരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോൾ ഈ മാധ്യമ പ്രവർത്തനത്തിൽ ലോകത്തെ എനിക്ക് എൻ്റെ മലയാളി പ്രേക്ഷകരുടെ വീടുകളിലേക്ക്, സ്വീകരണ മുറികളിലേക്ക്, അവരുടെ കൺമുന്നിലേക്ക് എൻ്റെ വീക്ഷണകോണിലൂടെ തന്നെ അവതരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന ചിന്തയുണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു യാത്രാ വിവരണം
അതിന് പറ്റിയൊരു മാധ്യമമായിരിക്കുമെന്ന് തീരുമാനിക്കുകയും അന്ന് ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ലോകത്ത് തന്നെ അപൂർവം ആളുകൾ മാത്രം ട്രാവലോഗുകൾ ടെലിവിഷന് വേണ്ടി ട്രാവൽ ഡോക്യുമെന്ററികളൊക്കെ പലതും വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ തുടർച്ചയായി നിരന്തരം ഒരു വ്യക്തി ഇങ്ങനെ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു തൊഴിൽ പോലെ അതിനെ രൂപാന്തരപ്പെടുത്തി എടുക്കുന്ന ഒരു സങ്കല്പം ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം അത് പലവിധ കാരണങ്ങൾ കൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഒന്നും ചെയ്യാമെന്ന് തീരുമാനിച്ചത് ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ്. അപ്പൊ ക്യൂരിയോസിറ്റി തന്നെയാണ് ഇതിന്റെ എല്ലാം അടിസ്ഥാനം എന്ന കാര്യത്തിൽ സംശയമില്ല. താങ്ക് യു സർ. എനിക്ക് തോന്നുന്നത് വിജയൻ സർ നേരത്തെ കാണിച്ച സ്ലൈഡിൽ ഒരു കംഫോർട്ട് സോൺ എന്ന് പറഞ്ഞ ഒരു വൃത്തം ഉണ്ടായിരുന്നു. അതിന്റെ അപ്പുറത്തേക്ക് എഴുതി വെച്ചിട്ടുള്ളത് ലൈഫ് എന്നായിരുന്നു. സർ പറഞ്ഞു സംസാരിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. സർ പറഞ്ഞ പോലെ മറ്റുള്ളവർക്ക് സഹായിച്ചെങ്കിലും സ്വന്തമായിട്ട് ഒരു ക്യൂരിയോസിറ്റിയുടെ പശ്ചാത്തലത്തിൽ മുന്നോട്ട് സ്വന്തമായി വഴികൾ കണ്ടെത്താനും അത് ബാക്കിയുള്ളവർക്ക് ഒരു അനുഭവവേദ്യമാക്കി കൊടുക്കാൻ സർ ശ്രമിച്ച കാര്യങ്ങളെ കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു. നമുക്കൊന്ന് നമ്മുടെ ജെയ്സൺ സാറിലേക്ക് പോവാം. സർ ഗുഡ് ഈവനിങ്. കേൾക്കാവില്ലല്ലേ സർ? സർ, നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് സാറുമായിട്ട് നിരന്തരം ഈ ക്യൂരിയോസിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാറിന്റെ ഒരു പ്രാഥമിക ഗവേഷണത്തിൽ തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തന്നെ ക്യൂരിയോസിറ്റി ആണ് സർ. അപ്പോ എന്താണ് ക്യൂരിയോസിറ്റി എന്നുള്ളത് സാറിനെ സംബന്ധിച്ചിടത്തോളം സാറിന്റെ അനുഭവങ്ങളെ മുൻനിർത്തിയിട്ട് ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ സർ? ആക്ച്വലി വിജയൻ സാർ പറഞ്ഞ പോലെ വിജയൻ സാർ ഒരുപാട് ക്യൂരിയോസിറ്റി പറ്റി റിസർച്ച് ചെയ്തിട്ടുണ്ട് തോന്നുന്നു. അതുകൊണ്ടാണ് മൂപ്പര് ഒരുപാട് വളരെ വ്യക്തമായിട്ടും നന്നായിട്ടും ക്യൂരിയോസിറ്റിയെ പറ്റി ഒരു ഇനീഷ്യൽ പ്രസന്റേഷൻ നമുക്ക് തന്നു. ഞാൻ ക്യൂരിയോസിറ്റിയെ പറ്റി റിസർച്ച് ആരംഭിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ സ്റ്റുഡൻസിനെ എങ്ങനെ ഹൗ ക്യാൻ വി മേക്ക് ദം ക്യൂരിയസ് which will have a lot of implications on their learning outcome. So I teach philosophy to undergraduate students. നമ്മുടെ ബിടെക് സ്റ്റുഡൻസിനെ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെ നമ്മുടെ ഫിലോസഫി പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ദൗത്യം. അപ്പൊ one day I was in the class, I was asking them, you are engineers, tell me, is there anything that you have done, anything that the technocrats have done or engineers have done to make an influence in the large scale social challenges in this country? നമ്മുടെ നാട്ടിലുള്ള ലാർജ് സ്കെയിൽ സോഷ്യൽ ചലഞ്ചസിനെ അഡ്രസ് ചെയ്യാൻ ടെക്നോളജി കൊണ്ടോ അതോ എഞ്ചിനീയേഴ്സിനെ കൊണ്ടോ എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഇങ്ങനെ എന്താണ് ഒരു ജസ്റ്റിസ് എന്നുള്ളൊരു ടോപ്പിക്കിനെ പറ്റി നമ്മൾ ഫിലോസഫി ക്ലാസ്സിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോ അപ്പൊ people were confused and they asked me, what do you mean by large scale social challenges? So I said, say for example, poverty is a large scale social challenge. Population problem is a large scale social challenge. Education is a large scale social challenge. Our social stratification issues, the caste, issues. So then we thought we should do a project on, one of the topics to see how engineering and, or technology has influenced this domain. Then we picked up the domain of education. അപ്പൊ എഡ്യൂക്കേഷനെ പറ്റി ഞങ്ങൾ ഇങ്ങനെ ഗവേഷണം നടത്താൻ വേണ്ടിയിട്ട് അല്പം MHRDയുടെ റിപ്പോർട്ടുകളും നമ്മുടെ ഇന്ത്യയിലെ എഡ്യൂക്കേഷന്റെ സിറ്റുവേഷൻ എന്താണെന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഗവേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ then we found that almost 4.5 crores children drop out of the schools before they reach 11th standard. ഒരു 5 കോടിയിലധികം വിദ്യാർത്ഥികള് നമ്മുടെ കേരളത്തിൽ അത്ര ഉണ്ടാവുന്നില്ല, നമ്മുടെ കേരളത്തിന് പുറത്തും ഒക്കെ ഇന്ത്യയുടെ ഒരു കാര്യം ഞാൻ പറയുന്നത്. അപ്പൊ we were wondering why these students are dropping out of the school. അപ്പൊ അങ്ങനെ ഞങ്ങൾ അതിനെപ്പറ്റി ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ കണ്ടുപിടിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് എന്ന് പറഞ്ഞ സ്കൂളുകള് നമ്മുടെ വീടുകളിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വീട്ടില് ജോലി ചെയ്യാൻ ആളുകളില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വീട്ടില് സാമ്പത്തിക പ്രതിസന്ധികളുണ്ട്. അതുകൊണ്ട് പക്ഷേ ഇതിനെല്ലാം ഉപരിയായിട്ട്, so beyond all of this, the large number of students actually commented that the school is extremely boring. വളരെ പരമ ബോറാണ് സ്കൂൾ.
അപ്പൊ അപ്പൊ നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും കൂടി ഇരുന്ന് we discuss, can we do something about it? So we then found that if we actually nudge curiosity, if we can make these kids more curious about things, to make them ask more questions. So നമ്മുടെ ഒരു പ്രൊജക്ടിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്തായിരുന്നു, നമ്മുടെ ഒരു സ്റ്റുഡന്റ് ഒരു ചോദ്യം ദിവസത്തിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ ഹൗ ക്യാൻ വി മേക്ക് ദം ആസ്ക് 3 questions a day? So അപ്പൊ ഒരു മൾട്ടിപ്ലയർ എഫക്ട് വരും എന്ന് പറഞ്ഞാൽ. So the reason why I chose curiosity as a research domain was to make people, what are the mechanisms, what are the behavioral intervention that you can make by making them curious, by making this small behavioral intervention. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ ഈ IIT ഗാന്ധിനഗറിൽ ജോയിൻ ചെയ്ത് 2008 എന്ന് പറഞ്ഞാൽ ഈ IIT ഗാന്ധിനഗർ തുടങ്ങിയപ്പോ I've taught all the students, all the undergraduate students of IIT ഗാന്ധിനഗർ. അപ്പൊ what I normally found is that these are brilliant students, brilliant kids, the best in the lot, right? They come through, and what we found is that they seems to have lack of passionate pursuits. സ്വന്തമായിട്ട് ഒരു പാഷനേറ്റ് പെർസ്യൂട്ട് മിസ്സാവുന്നുണ്ട്. അപ്പൊ അതെന്തുകൊണ്ടാണെന്ന് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോ എന്താ ഈ JEE പ്രിപ്പറേഷൻ കോച്ചിങ് എന്നുള്ള ഒരു വലിയൊരു പ്രശ്നമാണ് നമ്മുടെ നാട്ടിൽ. അപ്പൊ അതിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവര് എത്ര എന്ന് പറഞ്ഞാൽ വളരെ 3-4 കൊല്ലൊക്കെ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് they are almost dead. They don't have any more passions. They are just given up. So we thought that this can't be done, because we need people to want kids to be curious. They want them to have their passionate pursuit. So we decided that we should have some kind of mechanism. So what we decided was that we will create a 5-week foundation program for the institute. So any student coming to IIT Gandhinagar will go through 5 weeks of foundation. They don't study anything. For the first 5 weeks they don't do anything. They just explore. They actually do art and craft. അങ്ങനെ അവരുടെ ഒരു ക്യൂരിയോസിറ്റിയെ ട്രിഗർ ചെയ്യാവുന്ന കാര്യങ്ങള് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമൊക്കെ ആയിട്ടാണ് ഇങ്ങനെ ക്യൂരിയോസിറ്റിയെ പറ്റി പഠിക്കാനൊക്കെ തുടങ്ങിയത്. താങ്ക് യു സർ. എനിക്ക് തോന്നുന്നു സാർ IIT ഗാന്ധിനഗറിൽ നിന്നാണ് ജോയിൻ ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു അല്ലേ സർ? അതെ ഗാന്ധിനഗറിലാണ് സാർ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ സാർ, ഒരു 20 വർഷമായിട്ട് പിന്നെ കേരളത്തിന്റെ പുറത്താണ്, 20 വർഷമായിട്ട് അവിടെയാണ്. അതാണ് സാർ ഒരു ഇംഗ്ലീഷ് മലയാളം കൂടി മിക്സ് ചെയ്ത് പറയുന്നത്. നമ്മുടെ നേരത്തെ അത് പറഞ്ഞിരുന്നു. പക്ഷെ എന്തായാലും സാർ സൂചിപ്പിച്ച ഈ കാര്യം, അതായത് 4.5 crore കുട്ടികൾ സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആവുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അത് പല വികസിത രാജ്യങ്ങളുടെയും മൊത്തം പോപ്പുലേഷൻ പോലും വരില്ല എന്ന് തോന്നുന്നു അല്ലേ സാർ? അത്രയും കുട്ടികളാണ് നമ്മുടെ രാജ്യത്ത് ഡ്രോപ്പ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് നമ്മുടെ ഈ ക്യൂരിയോസിറ്റിയുമായി ബന്ധപ്പെട്ട് വളരെ ബന്ധമുള്ള ഒരു കാര്യമാണ്, പാഷനേറ്റ് പെർസ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ സർ, സന്തോഷ് ജോർജ് സാറിന്റെ അടുത്ത് ചോദിക്കാനുള്ള മറ്റൊരു കാര്യം, സർ ഈ പാഷനേറ്റ് പെർസ്യൂട്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇപ്പൊ സർ ജേസൺ സാർ പറയായിരുന്നു. എനിക്ക് തോന്നുന്നു അതിന്റെ ഏറ്റവും എക്സ്റ്റൻസീവ് ആയിട്ടുള്ള തലത്തിലാണ്. സർ ആണെങ്കിൽ ബഹിരാകാശ വിനോദസഞ്ചാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരനാണ് സർ. അപ്പൊ ഈ ഒരു സ്വപ്നം എങ്ങനെയാണ്, ഇത് ക്യൂരിയോസിറ്റി എനിക്ക് തോന്നുന്നു അങ്ങേയറ്റമാണ് തോന്നുന്നത്. എങ്ങനെയാണ് ഈ ഒരു സ്വപ്നം സാറിൽ മുളച്ചതും അതിന്റെ ഒരു അനുഭവം എന്ന് പറയാമോ സർ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്യൂരിയോസിറ്റി ജന്മസിദ്ധമായ ആളുകളിൽ ഏറിയും കുറഞ്ഞും ഉണ്ടാകുന്ന ഒരു ഗുണമാണ്. ചില ആളുകൾക്ക് ഒരു സിനിമ കണ്ടാൽ ആ സിനിമ ഇഷ്ടപ്പെടും. ആ സിനിമ കണ്ടിട്ട് ആ സിനിമയുടെ കഥകൾ ആലോചിച്ച്, കഥകളുടെ നാടകീയതയൊക്കെ ചിന്തിച്ച്, അതിലെ തമാശകൾ ഓർത്ത് ഒക്കെ കഥകൾ പറഞ്ഞു നടക്കും. എന്നാൽ വേറെ ചിലരുണ്ട്, അതിപ്പോ ഉദാഹരണത്തിന് ബാഹുബലി പോലൊരു സിനിമയാണെങ്കിൽ അത് കണ്ടു കഴിഞ്ഞ് ചിലര് യൂട്യൂബിൽ അന്വേഷിക്കും, ഇതെങ്ങനെയാണ് അതിനകത്ത് ചില അത്ഭുതകരമായ രംഗങ്ങളൊക്കെ ചിത്രീകരിച്ചത്, എങ്ങനെയാണ് അത് ഉണ്ടാക്കിയത്, അതിന് പിന്നിൽ ഉപയോഗിച്ച ടെക്നോളജി എന്താണ്, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അയാളുടെ ഉറക്കം പിന്നെ ഉണ്ടാവില്ല കുറെ ദിവസങ്ങളിലേക്ക് ഇതിന് ഉത്തരം കിട്ടുവോളം. അപ്പോ ഇതാണ് ക്യൂരിയോസിറ്റി എന്ന് പറയുന്നതിന്റെ ഒരു കൃത്യമായ, അല്ലെങ്കിൽ ഒരു സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു വിശദീകരണം. അതായത് ഇത് നിങ്ങളിലുണ്ടോ? നിങ്ങളൊരു സിനിമ കാണുകയും ആസ്വദിക്കുകയും കൈയടിക്കുകയും തമാശ കേട്ട് ചിരിക്കുകയും ചെയ്യുന്ന ആളാണോ?
അതോ ആ സിനിമയുടെ പിന്നിൽ ആരെ എങ്ങനെ പ്രവർത്തിച്ചാണ് അങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കിയത്, അതിന്റെ ടെക്നിക്കുകൾ എന്താണ്, അതിലേക്ക് എങ്ങനെയാണ് ഇവരെ എത്തിച്ചത്, അത് ചിത്രീകരിച്ചപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളെ എങ്ങനെയാണ് അവർ മറികടന്നത് എന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ, അതിനുവേണ്ടി നിങ്ങളെ നിരന്തരം അത് എവിടെ അതിന് ഉത്തരം കിട്ടുമെന്ന് അന്വേഷിച്ച് നടക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളിൽ ക്യൂരിയോസിറ്റി ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ എന്റെ ഒരു സ്വഭാവത്തിന്റെ പ്രത്യേകത അനുസരിച്ച് ഇത്തരം കാര്യങ്ങളിൽ മാത്രമായിരുന്നു, അല്ലെങ്കിൽ ഇതിലായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. ഇപ്പൊ എന്റെ വീടിന്റെ അടുത്ത് ഞാൻ ബാല്യകാലത്തൊക്കെ LP സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരു കുഴൽക്കിണർ കുത്താൻ ഞങ്ങളുടെ വീടിന്റെ ഒരു 1 കിലോമീറ്റർ അകലെ കുഴൽക്കിണർ കുത്താൻ ഒരു യന്ത്രം വന്നു. ഞങ്ങളുടെ നാട്ടിൽ വരുന്ന ഏറ്റവും വലിപ്പമുള്ള യന്ത്രം അന്ന് അതായിരുന്നു. അപ്പൊ എന്റെ പിതാവ് എന്നെ ഇത് കാണിക്കാൻ കൊണ്ടുപോയി. എന്നെ 1 മണിക്കൂർ നേരം അവിടെ നിർത്തിയുള്ളൂ. പക്ഷെ തിരിച്ച് ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാന് ഈ കുഴൽക്കിണർ കുത്തുന്ന ഒരു യന്ത്രം നിർമ്മിക്കാനുള്ള ശ്രമം ആരംഭിച്ചു. എന്റെ ചെറിയ ഉപകരണങ്ങളും എന്റെ കയ്യിലുള്ള എന്റെ ഫാദറിന്റെ പഴയൊരു ബൈക്ക് ഉണ്ടായിരുന്നു, അതിന്റെ മിച്ചം വന്ന ഉപകരണങ്ങളൊക്കെ ഉണ്ട്. അതൊരിക്കലും വിജയമായില്ലെങ്കിൽ കൂടി ഇത് എനിക്കും അതിന്റെ ടെക്നോളജി ആ 1 മണിക്കൂർ കൊണ്ട് മനസ്സിലാക്കി ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു, എങ്ങനെയാണ് ഇത് മണ്ണിനടിയിലേക്ക് കുഴിഞ്ഞു താന്നു പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ ചെറിയ കാര്യങ്ങൾ, ഇപ്പൊ ഒരു സിനിമയാണെങ്കിൽ ഞാൻ ടെലിവിഷൻ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ, മീൻസ് യാത്രാവിവരണങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ടെലിവിഷൻ ഇൻഡസ്ട്രിയിലേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ പഠിച്ചത്. എന്റെ PG ഒക്കെ വിഷ്വൽ മാസ് മീഡിയയാണ്, മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം ആണ്. അപ്പൊ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങൾക്ക് വേണ്ടി എന്റെ പിതാവ് എന്നെ എറണാകുളത്ത്, അന്ന് പ്രിന്റിംഗ് ഒക്കെ നടക്കുന്ന അവിടെയാണ്, ലേബർ ഇന്ത്യയുടെ ആദ്യകാലമാണത്. അപ്പോൾ തിരിച്ചു വരുന്ന വഴി, എറണാകുളത്ത് നിന്ന് തിരിച്ചു വരുന്ന വഴി രാത്രി വളരെ വൈകിയാണ്, പകല് കോളേജിൽ പോകണം. ഈ വരുന്ന വഴിയിൽ ഞാൻ ചില സ്ഥലങ്ങളുണ്ട് സ്ഥിരമായി സിനിമ ഷൂട്ടിംഗ് ഉള്ള സ്ഥലങ്ങൾ, അവിടെ വണ്ടി നിർത്തും. പാതിരാത്രി കഴിഞ്ഞ സമയമാണ്, അപ്പോഴാണ് ലേറ്റ് നൈറ്റ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ ജനക്കൂട്ടത്തിൽ ഒരാളായി പോയി നിന്നിട്ട് അവിടെ നിന്ന് ഞാൻ എല്ലാ ദിവസവും കുറെ സമയം സ്പെൻഡ് ചെയ്ത് എങ്ങനെയാണ് ഈ ഷോട്ടുകളെ ഇവർ ഡിവൈഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതൊരു സിനിമയായി മാറുന്നത്. ഇതാരും എനിക്ക് പറഞ്ഞു തന്നതല്ല, പക്ഷെ അതിങ്ങനെ നമ്മൾ നിരീക്ഷിക്കും. എന്നിട്ട് ആ സിനിമ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ആ ഭാഗം എങ്ങനെയാണ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വന്നതെന്ന് പോയി കാണും. ഇങ്ങനെ ഞാൻ പഠിക്കുന്നത്, അതായത് ഇതിലേക്കുള്ള കൗതുകം, എനിക്ക് മാസ് കമ്മ്യൂണിക്കേഷൻ പഠിക്കണം, അല്ലെ ടെലിവിഷൻ ഇൻഡസ്ട്രിയിലേക്ക് പോകണം, അല്ലെ സിനിമ പഠിക്കണം എന്നൊക്കെ ഒരു ചിന്ത ഉണ്ടാകുന്നത് തന്നെ ഇത്തരം ആ ഒരു ക്യൂരിയോസിറ്റിയിൽ നിന്ന് തന്നെയാണ്. ഇതേപോലെ തന്നെ ഞാൻ ലോകയാത്രകൾ ആരംഭിക്കുന്നതിന് മുമ്പ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദം, എന്റെ മേശയിൽ അക്കാലത്ത് എന്റെ ഒരു മേശയുടെ മുകളിൽ വിരിച്ചിട്ടിരുന്നത് ഒരു വേൾഡ് മാപ്പാണ്. ഞാൻ ഒരു പെൻസിലുമായിട്ട് ഇങ്ങനെ കൊച്ചിയിൽ നിന്ന് യാത്ര ആരംഭിക്കും. എന്നിട്ട് കരയിലൂടെ നമുക്ക് പോകാവുന്ന ഏറ്റവും അകലെയുള്ള ദൂരവും അതിനുള്ള വഴികളും ഇങ്ങനെ പെൻസിൽ കൊണ്ട് ഓടിച്ച് ഞാൻ ആ പോകുന്ന ഓരോ സ്ഥലവും പോയി മാർക്ക് ചെയ്യും. വേൾഡ് ബുക്ക് എൻസൈക്ലോപീഡിയയും ബ്രിട്ടാനിക് എൻസൈക്ലോപീഡിയയും ഒക്കെ ഞങ്ങളുടെ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നു. അതെടുത്ത് ഈ കൂടെ വെച്ചിരിക്കും. അപ്പൊ ഈ മാപ്പിലെ ഓരോ സ്ഥലവും എത്തുമ്പോൾ ഞാൻ എൻസൈക്ലോപീഡിയ തുറക്കും, ആ സ്ഥലത്തിന്റെ പേര് കണ്ടുപിടിക്കും, ആ സ്ഥലത്ത് എന്താണ് അവിടുത്തെ പ്രത്യേകത എന്ന് പഠിക്കും, അവിടെ എത്ര ജനങ്ങൾ വസിക്കുന്നുണ്ട്, അവരുടെ ജോലിയൊക്കെ എന്താണെന്ന് മനസ്സിലാക്കും, അവിടെ ഹോട്ടലുകളൊക്കെ ഉണ്ടോ, അവിടുത്തെ പട്ടിണിയുണ്ടോ, അവിടെ മനുഷ്യരുടെ ചരിത്രം എന്തെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ അന്വേഷിക്കും. അപ്പൊ നമ്മൾ മനസ്സുകൊണ്ട് ഈ ലോകം സഞ്ചാരം മുഴുവൻ പലതവണ നടത്തിയിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ വിദേശയാത്ര നടത്തുന്നത്. അപ്പോഴേക്കും ഞാൻ ഏത് യാത്രയും പുറപ്പെടുന്നതിന് മുമ്പ് എൻ്റെ കൂടെ അപൂർവമായി എൻ്റെ ചില സുഹൃത്തുക്കളും യാത്ര ചെയ്യാറുണ്ട്. അവർ അത്ഭുതപ്പെടാറുള്ള ഒരു കാര്യം ഇതാണ്, ഞാൻ ഏത് ലോകയാത്ര, ഏത് രാജ്യത്തേക്ക് പോകുന്നതിന് മുമ്പ് ആ രാജ്യത്തെ അതിനു മുമ്പ് ഞാൻ പോയി എന്ന അത്ര തന്നെ ഉറപ്പുള്ള പഠനം നടത്തി, ആ നഗരത്തിലെ ഏത് നഗരത്തിൽ ചെന്നിറങ്ങിയാലും ആ നഗരത്തിന്റെ ഏത് ഭാഗത്താണ് ചെന്നിറങ്ങുന്നത്, അവിടെ നിന്ന് ഹൈവേയിലേക്ക് കയറിയാൽ ഇടത്തോട്ടാണോ വലത്തോട്ടാണോ എൻ്റെ ഹോട്ടലിലേക്ക് പോകേണ്ടത്, ഹോട്ടൽ തെരുവിന്റെ ഏത് ഭാഗത്താണ്, ഹോട്ടലിന്റെ എൻ്റെ മുറിയിൽ നിന്ന് നോക്കിയാൽ തെരുവിന്റെ ഏത് ഭാഗമാണ് കാണുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ്. എനിക്ക് വഴിതെറ്റി പോകുന്ന ഒരു പ്രശ്നമോ അവിടെ ചെന്ന് ആരോടെങ്കിലും കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നം വരാറില്ല. പലരും അത്ഭുതപ്പെട്ടിട്ടുണ്ട്, എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല. പിന്നെ എങ്ങനെ നിങ്ങൾ ഇത്ര കൃത്യമായിട്ട് ഈ തെരുവുകളിലൂടെ നടക്കുന്നു, എങ്ങനെ കൃത്യമായിട്ട് ആരോടും ചോദിക്കാതെ നടക്കുന്നു? ഇത് ഒരു ദിവസം ഞാൻ ടിക്കറ്റ് എടുത്തതിന് ശേഷം സംഭവിച്ച ഒരു യാത്രയല്ല. ഞാൻ ആ യാത്രക്ക് എത്രയോ നാൾ മുമ്പ് മനസ്സുകൊണ്ട് മാപ്പുകളിലൂടെ, ഇന്നാണെങ്കിൽ ഗൂഗിൾ മാപ്പ് ഉള്ളത് കൊണ്ട് എത്ര സൗകര്യമാണ്, സത്യത്തിൽ പോകേണ്ട പോലും കാര്യമില്ലാതെ എനിക്ക് വിശദമായിട്ട് പഠിക്കാൻ പറ്റും. ഞാനിപ്പോ ഇന്ന് തന്നെ ഒരു രാജ്യം ഗഹനമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഓരോ പുതിയ രാജ്യം, അല്ലെങ്കിൽ ആ സ്ഥലത്തെ ചില പ്രത്യേകതകള്, ചരിത്ര പ്രത്യേകതകള്, അതായത് നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന ചില ചരിത്ര സംഭവങ്ങൾ ഉണ്ടായ സ്ഥലങ്ങള്, ചിലപ്പോൾ ഒരു സിനിമ കാണുമ്പോഴായിരിക്കും നമുക്ക് അത്തരത്തിലൊരു വിശേഷം അറിയുന്നത്. ഒരു നാട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, കസാബ്ലാങ്ക എന്നൊരു സ്ഥലത്ത്
നടന്ന സംഭവം. ചിലപ്പോൾ ചിലത് ജെയിംസ് ബോണ്ട് സിനിമയിൽ നിന്നായിരിക്കും ആ പേര് തന്നെ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ആ സീൻ നമുക്ക് സിനിമയിലെ കണ്ടു കഴിയുമ്പോൾ ഇത് കൊള്ളാവോ, ഇതെന്താണ് ഈ കോട്ട? ഉടനെ ഞാൻ ഇവിടെ എടുത്ത് പരിശോധിക്കുകയായി, കസാബ്ലാങ്കയിലെ ആ ഫോർട്ട് ഏതാണ്, അതിന്റെ കഥ എന്താണ്, അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത്, അവിടെ ഏതൊക്കെ സിനിമയാണ് ചിത്രീകരിച്ചത്, ആ സിനിമകളൊക്കെ നമുക്ക് കാണാൻ പറ്റുമോ? ഇങ്ങനെ സിനിമ കാണുന്നു, തിരിച്ചു വീണ്ടും മാപ്പിലേക്ക് വരുന്നു, മറ്റു വീഡിയോകൾ കാണുന്നു. ഇങ്ങനെ എത്രയോ ദിനരാത്രങ്ങൾ നമ്മൾ പഠിച്ചിട്ടാണ് ഒരു യാത്ര പുറപ്പെടുന്നത്. അതുകൊണ്ടാണ് 4-5 ദിവസത്തെ യാത്ര കൊണ്ട് തന്നെ നമുക്കൊരു രാജ്യത്തിന്റെ വളരെ ഡീറ്റെയിൽഡ് ആയ, വളരെ തറവായ, ഞാൻ ഇതിലൊക്കെ വലിയ പണ്ഡിതനാണെന്ന് ആളുകളെ തോന്നിപ്പിക്കുന്ന മട്ടിൽ എനിക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്. സത്യത്തില് നമ്മളും ഒരു രാജ്യത്തെ, ഈ പോയ എല്ലാ രാജ്യത്തും ആദ്യമായിട്ട് പോയതാ. നമ്മളെ ഒരാളും കൈപിടിച്ച് കൊണ്ടുപോയിട്ടില്ല. നമുക്കൊരു ഗൈഡും പലയിടത്തും ഉണ്ടാവാറില്ല. പലയിടത്തും ഞാൻ തനിച്ചാണ്, 99% ഞാൻ തനിച്ച് നടത്തുന്ന യാത്രകളാണ്. അപ്പൊ ഈ എക്സ്പ്ലോറേഷൻ, ഇതേ വികാരം തന്നെയാണ് ഇത്രയൊന്നും സൗകര്യമില്ലാത്ത കാലത്ത് എവിടെയോ ഒരു ഭൂഖണ്ഡമുണ്ടെന്നുള്ള അറിവിൽ കടലിലൂടെ നമ്മുടെ പരിവേഷകരായിരുന്ന മാർക്കോ പോളോയും കൊളംബസും അമേരിക്കോ വെസ്പുച്ചിയും ഒക്കെ, വാസ്കോഡിഗാമയും, അതിനും എത്രയോ മുമ്പ് അറബികളും ഗ്രീക്കുകാരും ഒക്കെ റോമക്കാരും ഒക്കെ ഇങ്ങനെ പരിവേഷണങ്ങൾ നടത്തിയത്. അപ്പോ ഈ പര്യവേഷണം എന്ന് പറയുന്നത് തന്നെ ഈ ക്യൂരിയോസിറ്റിയാണ്. മനുഷ്യൻ ആദ്യം ജനിച്ചത്, മനുഷ്യന്റെ ഏറ്റവും പഴയ അസ്ഥികൂടം ലഭിച്ചിരിക്കുന്നത് എത്യോപ്യയിലാണ്. എത്യോപ്യയിലെ ലൂസി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ അസ്ഥികൂടമാണ്, അത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അവിടെ നിൽക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആ സ്ത്രീ, എത്യോപ്യയിലെ കുറിച്ച് നമുക്കുള്ള ചിന്ത എന്താണ്? ദാരിദ്ര്യമുള്ള, പട്ടിണിയുള്ള ഒരു ആഫ്രിക്കൻ രാജ്യം. ആ രാജ്യത്തെക്കുറിച്ച് പുച്ഛത്തോടെ ചിന്തിക്കുന്ന ആളുകൾ അവിടെ പോയി ഈ ലൂസിയുടെ അസ്ഥികൂടത്തിന് മുമ്പിൽ ഒന്ന് പോയി നിൽക്കണം. അന്നേരം തിരിച്ചറിയും, ഈ കിടക്കുന്ന ലൂസിയാണ് നമ്മുടെ എല്ലാവരുടെയും, ഏറ്റവും സമ്പന്ന രാജ്യത്തിന്റെയും ഏറ്റവും ദരിദ്ര രാജ്യത്തിന്റെയും, വെള്ളക്കാരന്റെയും കറുത്തവന്റെയും, അടിമയുടെയും ഉടയവന്റെയും, ആദിവാസിയുടെയും പുരോഗതി പ്രാപിച്ചവന്റെയും ഒക്കെ മുത്തശ്ശി. ആ മുത്തശ്ശിയിൽ നിന്നാണ് നമ്മളൊക്കെ ഉണ്ടായതെന്ന് ഓർക്കുക. അപ്പോ ഈ ലൂസിയുടെ നാട്ടിൽ നിന്ന് നമ്മൾ എങ്ങനെ കേരളത്തിലെത്തി? ഇതേ അന്വേഷണത്വരയാണ്, ക്യൂരിയോസിറ്റി. ഒരു കുന്ന് കാണുമ്പോൾ ഈ കുന്നിനപ്പുറം എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് അതിന്റെ മുകളിൽ കയറും. ആ കുന്നിന്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പം നമ്മൾ താമസിച്ചതിനേക്കാൾ സുന്ദരമായ ഒരു പ്രദേശമാണ് അതെന്ന് മനസ്സിലാവും. അവിടെ ഒരു നദി ഉണ്ടെന്നും വെള്ളമുണ്ടെന്നും കാണും. ഉടനെ അങ്ങോട്ട് ഇറങ്ങി താമസമാക്കും. ആ നദിയുടെ കരയിൽ താമസമായി കഴിയുമ്പോൾ അവർ ചിന്തിക്കും, ഈ നദിക്ക് അക്കരെ എന്തായിരിക്കും, നമുക്കൊന്ന് പോയി നോക്കിയാലോ. അതിലെ സാഹസികൻ, ധൈര്യമുള്ളവൻ ഒരു ചങ്ങാടം ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു മരക്കടി തടി ഉണ്ടാക്കി, അല്ലെങ്കിൽ വേനൽക്കാലത്ത് നദിയിലെ വെള്ളം കുറയുമ്പോൾ അക്കരെ കടക്കുന്നു. അവൻ മനസ്സിലാക്കുന്നു, പഴയ 2 സ്ഥലത്തേക്കാൾ ഭേദപ്പെട്ട സ്ഥലം ഇതാണ് എന്ന്. അവിടെ ധാരാളം മൃഗങ്ങളുണ്ട്, വേട്ടയാടാൻ സൗകര്യമുണ്ട്, ഫലങ്ങളുണ്ട്. പിന്നെയും വീണ്ടും ഇങ്ങനെ പരിവേഷണം നടത്തി. ക്യൂരിയോസിറ്റിയാണ് മനുഷ്യനെ ഇന്ന് ലോകം മുഴുവൻ എത്തിച്ചത്. ഇന്നത്തെ അവസ്ഥയിൽ മനുഷ്യനെ എത്തിച്ചത് ക്യൂരിയോസിറ്റിയാണ്. ഈ ക്യൂരിയോസിറ്റി കൊണ്ടാണ് നാളെ നമ്മൾ മറ്റു ഗ്രഹങ്ങളിലേക്ക്, വിവിധങ്ങളായ സോളാർ സിസ്റ്റങ്ങളിലേക്ക്, സൂര്യനെ പോലെ തന്നെ ഒത്തിരി സൗരയൂഥങ്ങൾ നമുക്ക് അകലെയുള്ള താരാപഥങ്ങളിലൊക്കെ ഉണ്ട്, അവിടേക്കൊക്കെ നമ്മൾ എത്തും. അത് അടുത്ത 10-15 തലമുറകൾക്ക് ശേഷമായിരിക്കാം ചിലപ്പോൾ. അപ്പൊ ഇതിന്റെ എല്ലാ അടിസ്ഥാനം ഈ ക്യൂരിയോസിറ്റിയാണ്. ഈ ക്യൂരിയോസിറ്റിയാണ് നമ്മളാക്കി മാറ്റുന്നത്, മനുഷ്യൻ ഇന്നത്തെ അവസ്ഥയിലാക്കിയത്. താങ്ക് യു സർ. എനിക്ക് തോന്നുന്നത് ഈ നേരത്തെ പറഞ്ഞു വെച്ച ഒരു ചെറുപ്പകാലത്തിൽ എനിക്ക് വിജയൻ സർ പറയായിരുന്നു, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഒരുപാട് ചോദ്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ ഉടലെടുക്കുന്നത്. ആ ചോദ്യത്തെ അതിന്റെ പിന്നാലെ പോയി കൂടുതൽ അന്വേഷിക്കാൻ സർ നടത്തിയിട്ടുള്ള ശ്രമങ്ങളാണ് യഥാർത്ഥത്തിൽ ഇത്രയും വലിയ യാത്രകളിലേക്കും അത് ഞങ്ങൾക്ക് പോലും വളരെ അറിവ് നൽകുന്ന രീതിയിലേക്കായി മാറിയത്. സാറിന്റെ അടുത്ത് നമ്മൾ ബഹിരാകാശ വിനോദസഞ്ചാരത്തെ കുറിച്ചും കൂടി ചോദിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു അടുത്ത തിരിച്ചു വരുമ്പോൾ നമുക്ക് സംസാരിക്കാം. സർ, ഇപ്പൊ ഈ സന്തോഷ് സാർ പറഞ്ഞു വെച്ചതിൽ നിന്ന് തന്നെ ജേസൺ സാറിനോടുള്ള ഒരു ചോദ്യം. സാർ കുറച്ചുകൂടി ഇതിന്റെ ഒരു ശാസ്ത്രീയ വശങ്ങളിൽ കൂടുതൽ ഗവേഷണങ്ങളൊക്കെ നടത്തുന്ന ആളാണല്ലോ. അപ്പൊ സാർ ഇപ്പം പറഞ്ഞൊരു കഥ, നേരത്തെ ഒരു വീടിനടുത്ത് ഒരു കുഴൽക്കിണർ കണക്ക് കുഴിക്കുന്ന ഒരു യന്ത്രം വന്ന് നിന്നപ്പോ അതെന്താണ്, അതെങ്ങനെയാണ്, അത് സ്വന്തമായി ശ്രമിച്ചു നോക്കുന്നു. ഇങ്ങനെയുള്ള ഈ ഒരു ജിജ്ഞാസ, ഈ ഒരു ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞത് എനിക്കൊന്നും മിക്കവാറും കുട്ടികളിലൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ്. പറഞ്ഞ പോലെ അല്ലെ, കൂടിയ തോതിലും കുറഞ്ഞ തോതിലൊക്കെ ആയിട്ട് ക്യൂരിയോസിറ്റി എല്ലാവരിലും ഉണ്ട്. പക്ഷെ ഈ ക്യൂരിയോസിറ്റിയുടെ പിന്നിലുള്ള വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഈ ഒരു ക്യൂരിയോസിറ്റിയുടെ പിന്നിലുള്ള ഒരു ശാസ്ത്രം എന്താണ്? പലപ്പോഴും നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഇത് കുട്ടി വളർന്നു വരുന്നിടത്തോളം പലപ്പോഴും ഈ ക്യൂരിയോസിറ്റി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഇത് എങ്ങനെയാണ് സാർ നമുക്ക് ബോധപൂർവം തടയാൻ സാധിക്കുക, ആ ക്യൂരിയോസിറ്റി നിലനിർത്താൻ സാധിക്കുക എന്നുള്ളത് സാർ ഒന്ന് പറയാം. സന്തോഷ് പറഞ്ഞ പോലെ ഞാൻ അതിൽ വെച്ച് തുടങ്ങാം. അപ്പൊ ഈ കുഴൽക്കിണറും അതിലെ കുഴൽക്കിണർ എങ്ങനെ ചെയ്യുന്നു, അതുമാതിരി തന്നെ നമ്മുടെ
വേൾഡ് എക്സ്പ്ലോറേഷൻ. ഇത് എന്ന് പറഞ്ഞ ക്യൂരിയോസിറ്റിയുടെ ഡൊമൈനിൽ അത് ഇൻട്രസ്റ്റ് ടൈപ്പ് ക്യൂരിയോസിറ്റി നമ്മൾ പറയാം. ഇൻട്രസ്റ്റ് ടൈപ്പ് ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് ഇപ്പൊ സന്തോഷ് പറഞ്ഞ പോലെ ഈ പല രാജ്യങ്ങളെ പറ്റി അറിയണം, പല ഭൂഖണ്ഡങ്ങളെ പറ്റി അറിയണം. അത് നമ്മളിങ്ങനെ നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ നമ്മളിങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ പുതിയ കാര്യങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കും. വി വിൽ കളക്ട് മോർ ഇൻഫർമേഷൻ, വിൽ കീപ് ഓൺ ഡൂയിങ്. അപ്പൊ ഇന്നലെ ഒരു സംഭവിച്ച കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഞാൻ വൈകുന്നേരം വീട്ടിലിരിക്കുമ്പോ നമ്മുടെ ഒരു കൊളീഗായിട്ടുള്ള പ്രൊഫസർ ശരൺ മൂപ്പര് വീട്ടിലോട്ട് വന്നു. മൂപ്പര് കുറെ നാളായി നമ്മൾ കണ്ടിട്ട്, അപ്പൊ ചായ കുടിക്കാം എന്നുള്ള രീതിയിൽ മൂപ്പര് വന്നു. ഞാൻ പറഞ്ഞു, നാളെ ഇങ്ങനെ ഒരു ചെറിയ പ്രോഗ്രാം ഉണ്ട്, അപ്പൊ അതിനെപ്പറ്റി ഒന്ന് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ മൂപ്പര് പറഞ്ഞു ഒരു 5 മിനിറ്റിനുള്ളിൽ ഐ വിൽ ലീവ്, ഡോണ്ട് വറി, യു ക്യാൻ ക്യാരി ഓൺ വിത്ത് യുവർ വർക്ക്. Then he started with so he is a professor of engineering from IIT Kanpur. So he was there for 40 years and then shifted to IIT Gandhinagar. എഞ്ചിനീയർ ആണെങ്കിലും എഞ്ചിനീയറിംഗ് പ്രൊഫസർ ആണെങ്കിലും മൂപ്പര് പഠിപ്പിക്കുന്ന വിഷയം എന്നൊക്കെ പറയുന്നത് എഞ്ചിനീയറിംഗ് ആൻഡ് ഡെമോക്രസി, ടെക്നോളജി ആൻഡ് ഹ്യൂമൻ വാല്യൂസ്, അങ്ങനെയുള്ള സബ്ജക്റ്റുകളൊക്കെയാണ് മൂപ്പര് പഠിപ്പിക്കുക. അപ്പൊ ഈ ഡെമോക്രസിയെ പറ്റി സംസാരിച്ചപ്പോൾ ഞങ്ങൾ ഇന്നലെ ഈ കങ്കണ റണൌത്തും പിന്നെ മഹാരാഷ്ട്ര ഗവൺമെന്റും തമ്മിലുള്ള പ്രശ്നങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ പിന്നെ ഡെമോക്രസി എന്ന് പറഞ്ഞപ്പോ കങ്കണ റണൌത്ത് പറഞ്ഞ എന്തോ ഡെമോക്രസി, ഡെത്ത് ഓഫ് ഡെമോക്രസി. അപ്പൊ നമ്മളിങ്ങനെ അതിനെ പറ്റിട്ട് ഡിസ്കസ് ചെയ്ത് why India became a democratic country. Then we were discussing about what was West was very, very, very apprehensive that whether democracy would survive in India. ആദ്യത്തെ ഇലക്ഷനെ പറ്റിയൊക്കെ സംസാരിച്ചു. Then we were talking about the origins of democracy. Then we were talking about England, the conflict of England with French. Then we were talking about how that conflict came to Suez Canal. അപ്പൊ കങ്കണ റണൌത്തിൽ നിന്നും സൂയിസ് കനാൽ വരെ. And we spent almost 1 hour. So I was planning to prepare for this talk, but then I kept on talking about these things because I was curious to know what is going on. So there is an interest. So it actually triggered my interest to know more about certain things. പിന്നെ എന്ന് പറഞ്ഞൊരു ഡിപ്രൈവേഷൻ ക്യൂരിയോസിറ്റി ആണ്. സന്തോഷ് പറഞ്ഞ പോലെ അദ്ദേഹം എഡിറ്റിങ്ങിന് വേണ്ടി ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോ, സിനിമയുടെ ഷൂട്ടിംഗ് കണ്ടുകൊണ്ടിരിക്കുമ്പോ അതെങ്ങനെ പല സീക്വൻസ് ആയിട്ട് കാണും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക, യു നീഡ് ടു നോ what happens after the editing, so you need to see that on the screen. So that is like there's a ഒരു ഇൻഫർമേഷൻ ഗ്യാപ്പ് ഉണ്ട് അതിൽ. എനിക്കത് അറിയാനുള്ള ആഗ്രഹമുണ്ട്, അത് പക്ഷെ കൃത്യമായിട്ടല്ല. ഈ ചന്ദ്രയാന്റെ ഇതില് ഒരു ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് പേര് നമ്മൾ ഉറക്കൊളിച്ച് we spend a lot of time we're anxious what was happening. So there is an information that I need to fill that gap. അത് പഠന ക്യൂരിയോസിറ്റിയുമായി പഠനം നടത്തുമ്പോൾ അതിന് നമ്മളൊരു ഡിപ്രൈവേഷൻ ക്യൂരിയോസിറ്റി പല തരത്തിലുണ്ട്. അപ്പൊ പിന്നെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, why are we curious? Why humans are curious compared to other species? നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ക്യൂരിയസ് ആയിരിക്കുന്നത്? ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ സർവൈവൽ. It was very important. We have to know what is our surroundings to survive. It was very important. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപതി. സോ നമ്മൾ മറ്റുള്ളവരെ പറ്റി അറിഞ്ഞില്ലെങ്കിൽ, അവരുടെ കാര്യങ്ങളെ പറ്റി ചിന്തിച്ചില്ലെങ്കിൽ, അവരെ പറ്റി നമ്മൾ ക്യൂരിയസ് അല്ലെങ്കിൽ we will not be empathetic. We won't be a social. Our social life would be very problematic. So there are two major things. One is that it helps us to survive in the in the world. It helps us to explore the whole science and technology, innovation, everything is dependent on curiosity. സന്തോഷ് പറഞ്ഞ പോലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പൊ നമ്മള് സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ ഇരിക്കുന്ന സമയമാണ്. സോ 17ാം സെഞ്ചുറിയില് ന്യൂട്ടൺ, when there was a bubonic plague in England, അന്ന് ന്യൂട്ടൺ ഇവിടെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ട്രിനിറ്റി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അന്ന് വിദ്യാർത്ഥികളെ എല്ലാവരെയും അവർ വീട്ടിലോട്ട് വിട്ടു പ്ലാഗ് ചെയ്യാതിരിക്കാൻ വേണ്ടി. You know what happened? So the startling discoveries of gravitation, optics, എല്ലാ ഡിസ്കവറിയും ഈ ന്യൂട്ടന്റെ ഡിസ്കവറി ഒക്കെ സംഭവിക്കുന്നത്
മൂപ്പര് ഇങ്ങനെ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ആയി ക്വാറന്റൈനിൽ ഇരിക്കുമ്പോഴാണ് എന്ന് പറഞ്ഞ the whole enterprise of exploration, the whole enterprise of being excited about something, it's actually driven by the curiosity. So there are, so like we study memory, for example. You have short term memory, long term memory. So if you have to study curiosity scientifically, you need to classify it. We need to understand it more, then more nuances of those concepts. താങ്ക് യു സാർ. എനിക്കൊന്ന് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം സാറ് ഇങ്ങനെ സൂചിപ്പിച്ചു പോയെങ്കിലും ഈ ന്യൂട്ടൺ പല കണ്ടുപിടുത്തങ്ങളും നടത്തിയത് ഈ ക്വാറന്റൈനിൽ ഇരിക്കുന്ന സമയത്താണെന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ കുട്ടികളൊക്കെ തന്നെ ഇതിൽ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ കുറെ ആൾക്കാരെങ്കിലും കുട്ടികളാണ് നമ്മുടെ. അപ്പൊ ഈ വീട്ടിലിരിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഈ ക്യൂരിയോസിറ്റിയെ ഉത്തേജിപ്പിക്കാൻ ഏറ്റവും നല്ല ഒരു അവസരമാണെന്നുള്ള ഒരു മെസ്സേജും കൂടി അതിൽ സാറ് പറഞ്ഞു വെക്കുന്നുണ്ട്. നമുക്ക് സമയം പിന്നെ 7:50 അടുക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് സ്പീഡപ്പ് ചെയ്യാം. സന്തോഷ് സാറിന്റെ അടുത്ത് ചോദിക്കാനുള്ള 2 ചോദ്യങ്ങൾ എനിക്ക് ഞാൻ ഒരുമിച്ചൊന്ന് ചോദിക്കാം. അപ്പൊ അതിനുശേഷം നമുക്ക് ഈ സൂമിലും ഫേസ്ബുക്കിലൊക്കെ വന്ന ചോദ്യങ്ങൾ നമുക്ക് എടുക്കാം, പ്രേക്ഷകരുടെ അടുത്ത് വന്ന ചോദ്യങ്ങൾ നമുക്ക് എടുക്കാം. ഒന്ന്, സാറിന്റെ ഈ ബഹിരാകാശ യാത്ര അതിന്റെ ഒരു കാര്യം സാർ ഒന്ന് സൂചിപ്പിക്കാന്ന് പറഞ്ഞിരുന്നു. അത് സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. രണ്ടാമത്തെ ഒരു കാര്യം, ഈ സാറിന്റെ അടുത്ത് നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞതായിട്ട് പറയപ്പെടുന്നത് ഒന്ന്, ഈ സാറിന്റെ യാത്രകൾ നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് വളരെ പ്രയോജനപ്രദമാകണം, അതിനു വേണ്ടിയിട്ട് സാറ് ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പൊ ഈ എക്സ്പ്ലോറേഴ്സിന്, വളർന്നു വരുന്ന ഈ തലമുറയിലെ എക്സ്പ്ലോറേഴ്സിന് എന്ത് മെസ്സേജ് ആണ് സാറിന്റെ അടുത്ത് കൊടുക്കാനുള്ളതും കൂടി സാർ ഒന്ന് സൂചിപ്പിച്ചാൽ നന്നായിരുന്നു. സ്പേസ് യാത്ര, സ്പേസ് ടൂറിസം എന്നൊരു പദ്ധതിയെ കുറിച്ച് ഞാൻ ഒരു ബ്രിട്ടനിലൂടെ നടത്തിയ, ഒരു UK നടത്തിയ ഒരു ട്രെയിൻ യാത്രക്കിടയിൽ ഒരു പത്രത്തിൽ നിന്ന് ആകസ്മികമായിട്ട് കിട്ടിയ ഒരറിവാണ്. അപ്പൊ നാട്ടിൽ വന്നു കഴിഞ്ഞ് ഞാൻ ആ കമ്പനിയിൽ മെയിൽ അയച്ചു, അവരെ കോണ്ടാക്ട് ചെയ്തു, അവരെന്നെ തിരിച്ചു കോണ്ടാക്ട് ചെയ്തു, അതിന്റെ പ്രോസസ്സിലൂടെ മുന്നോട്ട് പോയി. സത്യത്തില് സ്പേസിൽ ചെന്ന് നിന്നുകൊണ്ട്, സ്പേസിൽ സഞ്ചരിച്ചുകൊണ്ട് ഭൂമിയെ കാണുക എന്നതോ സ്പേസിനെ അവിടെ നിന്ന് തന്നെ അനുഭവിക്കുക എന്നുള്ളതൊന്നും ആയിരുന്നില്ല എന്റെ ലക്ഷ്യം. എനിക്ക് 2 കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ഈ ബഹിരാകാശ യാത്രയെ കുറിച്ചൊക്കെ നമ്മൾ നിരന്തരം പത്രത്തിൽ വായിക്കാറുണ്ട്. സുനിത വില്യംസും കൽപ്പന ചൗളയും രാകേഷ് ശർമ്മയും ഒക്കെ പോലുള്ള ആളുകൾ, ഇന്ത്യക്കാർ തന്നെ, ഇന്ത്യൻ വംശജർ തന്നെ ആയവര് ബഹിരാകാശത്ത് പോയിട്ടുണ്ട്. പിന്നെ ഏതാണ്ട് 500ഓളം ആളുകൾ ബഹിരാകാശത്ത് പോയിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ പോയതും വന്നതും നമുക്കറിയാം. പക്ഷേ ഇവര് പോകുന്നതിന് മുമ്പ് നടത്തിയ തയ്യാറെടുപ്പുകൾ എന്താണ്, അതിന്റെ ഓരോരോ ഘട്ടങ്ങൾ എന്താണ്, അവരുടെ ജീവിതത്തിലെ അത് എങ്ങനെയാണ് മാറ്റിമറിച്ചത്, അതിലെ ഓരോ ചെറിയ സംഭവങ്ങളും ഒന്ന് ക്ലോസപ്പിൽ അടുത്തു നിന്ന് കാണാൻ കഴിഞ്ഞാൽ എത്ര രസകരമായിരിക്കും. ഉദാഹരണത്തിന്, സ്പേസ് യാത്രയ്ക്ക് മുന്നോടിയായി നിങ്ങളെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഘട്ടം എന്താണ് എത്ര പേർക്ക് അറിയാതെ? ആർക്കും അറിയില്ല, നമ്മളിതൊന്നും വായിച്ചിട്ട് പോലുമില്ല. അല്ലെങ്കിൽ അടുത്തത് മെഡിക്കൽ ചെക്കപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, എന്തൊക്കെ മെഡിക്കൽ പരിശോധനയാണുള്ളത്, പിന്നീട് എന്തൊക്കെ പരിശീലനങ്ങളാണുള്ളത്, സീറോ ഗ്രാവിറ്റി പരിശീലനം എങ്ങനെയാണ്, എന്താണ്, അതെങ്ങനെയാണ് നടക്കുന്നത്, G ടോളറൻസ് പരിശീലനം എന്താണ്, എങ്ങനെയാണ് നടക്കുന്നത്, ഈ ബഹിരാകാശ വാഹനത്തിനകത്തേക്ക് നമ്മൾ കയറുമ്പോൾ എന്തൊക്കെ വസ്ത്രമാണ് ധരിക്കുന്നത്, ഈ വസ്ത്രങ്ങൾ തന്നെ ഏതൊക്കെ ലെയറുകളാണ്, അത് എന്തൊക്കെ ധരിക്കാം, എന്തൊക്കെ ധരിക്കരുത്, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ക്യൂരിയസ് ആകുകയാണ്. നമുക്കറിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ അവിടെ തിരിച്ചറിയുന്നു. ഇതെല്ലാം എനിക്കൊന്ന് അനുഭവിക്കാനും ആ അനുഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ചിത്രീകരിച്ച് എൻ്റെ നാട്ടുകാരെ കാണിക്കുകയും ചെയ്യണം. അവർ ഇതുവരെ ചിന്തിക്കാത്ത എൻ്റെ നാട്ടിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിദ്യാർത്ഥികളെങ്കിലും ഇതെന്താണ് ഈ പ്രോസസ് എന്നുള്ളതെന്ന് അടുത്ത് കാണണം. അത് എന്നെ പോലെ ഒരു മാധ്യമ പ്രവർത്തകൻ ക്യാമറയുമായിട്ട് പോവുകയും അത് ആ ആംഗിളിൽ വിശദമായി ചിത്രീകരിച്ച് കാണിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇന്നേ വരെ ഒരു ബഹിരാകാശ സഞ്ചാരിയും കാണിക്കാത്ത മട്ടിലുള്ള കുറെ അനുഭവങ്ങളായിരിക്കും ലോകത്തിന് കിട്ടുക. ബഹിരാകാശ സഞ്ചാരികളൊന്നും ഇത്തരം മാധ്യമ ആംഗിളിൽ അല്ലെങ്കിൽ ഒരു മാസ് കമ്മ്യൂണിക്കേഷന്റെ ആംഗിളിൽ പലതും ചെയ്യാറില്ല. അവരവിടെ വെച്ച് ഒരു ടോക്ക് നടത്തും, അല്ലെങ്കിൽ തിരിച്ചു വന്നു കഴിഞ്ഞ ഒരു പത്രസമ്മേളനം നടത്തും, പോകുന്നതിന് മുമ്പ് ഒരു ബ്രീഫിംഗ് നടത്തും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഇതായിരുന്നു ഈ ക്യൂരിയോസിറ്റി, എന്റെ ക്യൂരിയോസിറ്റിയും ഇത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇതേ ക്യൂരിയോസിറ്റി ഉണ്ട് എന്നതും ആണ് എന്നെ അവിടേക്ക് ഈ ഒരു പദ്ധതിയുടെ ഭാഗമാകാൻ പ്രേരിപ്പിച്ചത്. രണ്ടാമത്തെ കാര്യം, ഇതില് ഡോക്ടർ കലാമിനെ ഞാൻ ഈ ബഹിരാകാശ യാത്രയ്ക്ക് ഇതിന്റെ ഭാഗമായി കഴിഞ്ഞു എന്ന് വാർത്തകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഡൽഹിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ
ഓഫീസിൽ തന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസിഡന്റിനെ കാണാനുള്ള ഒരു അവസരം ഒരുക്കാം എന്ന് അദ്ദേഹത്തിന്റെ സെക്രട്ടറി പറഞ്ഞു. അതിനൊരു ദിവസം നിശ്ചയിച്ചു. അവിടെ ചെന്നു. അദ്ദേഹത്തിന്റെ ഓഫീസിൽ ചെല്ലുന്ന രാഷ്ട്രപതി ഭവനിൽ തന്നെ അദ്ദേഹം കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് അദ്ദേഹം ഇതിനെക്കുറിച്ചെല്ലാം അപ് ടു ഡേറ്റ് ആണ്. അപ്പൊ അദ്ദേഹം ഒരു പേനയും പെൻസിലും ഒക്കെ എടുത്തിട്ട് എന്നെ ഇങ്ങനെ വരച്ച് കാണിച്ചു. ഇതാണ് ഭൂമി, സബ് ഓർബിറ്റൽ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെയാണ് പോവുക, അത് നിങ്ങളുടെ ഈ വെർജിൻ നടത്തുന്ന പ്രോജക്റ്റ് ഇതാണ്. അപ്പോ ഇങ്ങനെ കുറെ ക്ലാസ് ഒക്കെ എനിക്ക് എടുത്തിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ ഈ അനുഭവം നമ്മളുടെ ഈ കുട്ടികളെ അറിയിക്കണം. അവർക്ക് ഇതൊരു ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ നിങ്ങളെ പോലെ ഒരാള് കഥയായി അല്ലെങ്കിൽ അനുഭവങ്ങളായി പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അവരിൽ ആകാംക്ഷ വർദ്ധിപ്പിക്കുകയും അതിൽ സ്പേസില് ആ യാത്രയില് എക്സ്പ്ലോറേഷനില് ഒക്കെ വലിയ കൗതുകം ജനിപ്പിക്കുകയും ചെയ്യും. നിരവധി പേരെ അത് പ്രചോദിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് ബഹിരാകാശത്തേക്ക് പോകാനുള്ള അവസരം, അതിന്റെ ഏറ്റവും പ്രാധാന്യമായ ഘട്ടം എന്ന് പറയുന്നത് നിങ്ങൾ യാത്ര ചെയ്തതോ തിരിച്ചു വരുന്നതോ അല്ല, അത് എങ്ങനെ ബാക്കി ആളുകളിലേക്ക് ഷെയർ ചെയ്യുന്നു എന്നതാണ് എന്ന് അദ്ദേഹം പറയുണ്ടായി. അതൊരു അദ്ദേഹത്തിന്റെ ആ ഒരു ഇൻസ്പിറേഷൻ ശരിക്കും പറഞ്ഞാല് ഇതിന്റെ ഓരോ പരിശീലനത്തിലും അത് പൂർണ്ണമായിട്ടും ചിത്രീകരിക്കുന്നതിനും അത് സഞ്ചാരത്തിലൂടെ ഞാനത് കാണിക്കുന്നതിനും ഒക്കെ കാരണമായിട്ടുണ്ട്. ഇപ്പോഴും അതിന്റെ അനുഭവങ്ങളൊക്കെ ഞാൻ പരമാവധി പ്ലാറ്റ്ഫോമുകളിലൂടെ, ഇപ്പൊ ഈ കഴിഞ്ഞ 2-3 എപ്പിസോഡ് മുമ്പ് പോലും സഞ്ചാരി ഡയർക്കുറിപ്പ് എന്ന പരിപാടിയിൽ ആ സീറോ ഗ്രാവിറ്റി പരിശീലനത്തിനും ജി ടോളറൻസ് പരിശീലനത്തിനും ഞാൻ അനുഭവിച്ച കടന്നുപോയ അനുഭവങ്ങളുടെ ഒക്കെ വിശദമായ കഥകളാണ് പറഞ്ഞിരുന്നത്. താങ്ക് യു സർ. എനിക്ക് തോന്നുന്നത് ഈ പലപ്പോഴും ബഹിരാകാശ യാത്ര എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നേരത്തെ സാർ പറഞ്ഞ ഭൂമിയെ കാണാനുള്ള സൗന്ദര്യം അല്ലെങ്കിൽ താഴേക്ക് നോക്കുമ്പോഴുള്ള സൗന്ദര്യം എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ ക്യൂരിയോസിറ്റി തന്നെയാണ് സാറിന്റെ ഓരോ വാക്കുകളിലും നിറഞ്ഞു നിൽക്കുന്നത്. സാറിന്റെ എല്ലാ താല്പര്യങ്ങൾക്ക് പിന്നിലും ആ ക്യൂരിയോസിറ്റി, അത് വളരെ മനോഹരമായിട്ട് സാറ് വിശദീകരിച്ചു. ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുണ്ട്, പക്ഷെ നമ്മുടെ സമയത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ഒരൊറ്റ ചോദ്യം സാറിന്റെ അടുത്ത്, ജെയ്സൺ സാറിന്റെ അടുത്ത് ചോദിച്ചിട്ട് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ജെയ്സൺ സാർ, ഇപ്പൊ സന്തോഷ് ജോർജ് പറയുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ഓരോ വാക്കിലും ആ ക്യൂരിയോസിറ്റി എത്രത്തോളം ഉണ്ട്, നമ്മളും ആ ക്യൂരിയോസിറ്റി അനുഭവിക്കുകയായിരുന്നു. അതൊക്കെ അറിയണം എന്നുള്ളൊരു ആഗ്രഹം നമ്മളിലേക്ക് കൂടി സന്നിവേശിക്കുന്ന രൂപത്തിലായിരുന്നു സാർ സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ പലപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളിൽ ഈ ഒരു എക്സ്പ്ലോറേഷനുള്ള താല്പര്യം, ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പൊതുവെ കുട്ടികൾ ഫോളോ ചെയ്യുന്ന നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ളത് ഈ മെമ്മറൈസ് ചെയ്യുക, മനഃപ്പാഠമാക്കുക എന്നുള്ള ഒരു രീതിയാണ്. അപ്പൊ ഈ മനഃപ്പാഠമാക്കുന്നത് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ക്യൂരിയോസിറ്റി, എക്സ്പ്ലോറേഷനെ തകർത്ത് കളയുന്നതാണോ? അങ്ങനെയാണെങ്കിൽ അത് ബോധപൂർവം ഒഴിവാക്കി ഈ ക്യൂരിയോസിറ്റി നിലനിർത്താൻ നമുക്ക് എന്താണ് പ്രത്യേകിച്ച് ചെറുപ്പക്കാരിൽ സാധിക്കുക എന്നുള്ളത് സാർ? നമ്മുടെ ഒരു വിദ്യാഭ്യാസ രീതി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു മോഡലൊന്നല്ല. അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊളോണിയൽ പാസ്റ്റ് ഉള്ളതുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ രീതികളൊക്കെ പലപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് വന്നിട്ടുള്ളതാണ്. നമ്മുടെ ഇവിടെ റിസർച്ച് നടത്തി ഡെവലപ്പ് ചെയ്തിട്ടുള്ള രീതികളൊന്നുമല്ല. മനഃപ്പാഠമായിട്ട് പഠിക്കുന്നതും കാണാതെ പഠിക്കുന്നതൊന്നും അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ അതിലുപരിയായിട്ട് ഇപ്പൊ ഇതില് എൻ്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതാണ് വിദ്യാഭ്യാസം എന്ന് കാണാതെ പഠിക്കുന്നതാണ് വിദ്യാഭ്യാസം എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു എന്നുള്ളതാണ്. അതിന്റെ ഒന്നാമത്തെ കാര്യം എന്താ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചറാണ്. എന്ന് പറഞ്ഞാൽ അധ്യാപകൻ ഒരു വലിയ ആളാണ്, നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ അധ്യാപകരാണ്, ടീച്ചറാണ്, ടീച്ചർ പറഞ്ഞെല്ലാം പിന്നെ നമ്മൾ ടീച്ചറോട് ചോദ്യങ്ങൾ ചോദിക്കണം, അധ്യാപകനോട് ചോദ്യം ചോദിക്കണം. സോ വി നീഡ് ടു എൻകറേജ് our kids to ask questions, uncomfortable questions. Sometimes you have to, as a teacher, it's your responsibility to address uncomfortable questions. So അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ചോദ്യങ്ങൾ ചോദിക്കുമ്പോ മിണ്ടാരിയടാ, അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു വിദ്യാഭ്യാസ രീതികൾ ഇപ്പൊ നിലനിൽക്കുന്നത്. അപ്പൊ അതിലുപരി അതിനെ മാറ്റണമെങ്കിൽ we need to encourage the students to ask questions. They should be empowered to ask questions. There should not be a hierarchy within the classroom. The power structure has to change.
പിന്നെ എന്താന്ന് പറഞ്ഞാൽ you need to have a sense of freedom to ask questions. നമ്മളിപ്പോ ഞാനിങ്ങനെ പേടിച്ച് ഇരിക്കുകയാണെങ്കിൽ എനിക്ക് ചോദ്യം ചോദിക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാനിപ്പോ ടീച്ചറ് എനിക്ക് പേടിയാണ്, സ്കൂളില് മാഷ എനിക്ക് പേടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is the responsibility of the teacher and the school to change that framework, to make it more democratic, more they should feel a sense of autonomy and freedom. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ പ്ലഷർ ഓഫ് എക്സ്പ്ലോറേഷൻ സന്തോഷ് പറഞ്ഞ അത് എനേബിൾ ചെയ്യണം. നമ്മളിപ്പോ ഇപ്പൊ നമ്മുടെ ഒരു ഇതെന്ന് പറഞ്ഞ എക്സാമുകളുണ്ട്, എക്സാമുകളിന് വേണ്ടി പഠിക്കുക. അതിലുപരിയായിട്ട് നമ്മൾ എന്താണ് പ്രോബ്ലം, ഇപ്പൊ ഇന്ത്യക്ക് പുറത്തൊക്കെ ചില രീതികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസിനെ കൊണ്ട് ഒരു കഫേ റൺ ചെയ്യിക്കുക. They run a cafe. So what do they learn from by running a cafe? They learn how to deal with people. They know how to take care of the accounts. They know how to do the calculations. They learn how to source material. They know how to make something. They learn how to cook. So അപ്പൊ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് ആ ഒരു രീതിയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ രീതികൾ മാറണം. അതിന് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഒരു വലിയൊരു റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അത് നല്ലതാണോ ചിത്തയാണോ എന്നുള്ള ഒരു കാര്യം അവിടെ നിൽക്കട്ടെ. അതിലുപരിയായിട്ട് അതിലൊരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് വി ഷുഡ് ഹാവ് അവർ ഓൺ റിസർച്ച് ഇൻ നമ്മുടെ സോഷ്യോ കൾച്ചറൽ കോണ്ടെക്സ്റ്റില് എങ്ങനെ ഒരു വിദ്യാഭ്യാസ രീതിയെ വളർത്തിക്കൊണ്ടുവരാം, വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതിയെ വളർത്തിക്കൊണ്ടുവരാം എന്നുള്ള റിസർച്ച് അനിവാര്യമാണെന്ന് അതിലൊരു കാര്യമായിട്ട് പറയണ്ടത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു റിസർച്ച് നമ്മുടെ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യക്ക് പുറത്തുള്ള പല രീതികളും നമ്മൾ ഇവിടെ വന്ന് we try a lot of stuff and sometimes it doesn't work because we don't know our own, we have not done enough research about our own context. We have not done enough experiments on that front. അപ്പൊ ആ ഒരു രീതിയിൽ മാറണം. ഒറ്റ കാര്യമുള്ളൂ, ഇപ്പൊ എല്ലാവരെ കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുക. അതാണ് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. എൻകറേജ് പീപ്പിൾ ടു ആസ്ക് question and let them explore. It is okay to make mistakes and you should not be afraid of making mistakes. And the teacher and the school should be encouraging people to make mistakes. പിന്നെ വായന വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ടീച്ചർമാരെയൊക്കെ കാണുമ്പോൾ ആദ്യമായിട്ട് എൻ്റെ ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോട്ടോച്ചാൻ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അത് വളരെ എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളിൽ ജിജ്ഞാസ എങ്ങനെ വളർത്താം, എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ള ടോട്ടോച്ചാൻ എന്ന് പറഞ്ഞാൽ തെറ്റ്സുകോ കുറോയാനാഗി എന്ന് പറഞ്ഞിട്ട് ഒരു ജാപ്പനീസ് ഓതർ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ്. അത് ഞാൻ എല്ലാവർക്കും പരമാവധി കാണുന്ന ടീച്ചർമാർക്കൊക്കെ അതെടുത്ത് കൊടുക്കാറുണ്ട്. അതൊരു എന്ന് പറഞ്ഞാൽ വായന വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ അത് സ്റ്റുഡൻസിന് മാത്രമല്ല, ടീച്ചേഴ്സ് they have to read, they have to make themselves updated with the new technologies, new methods, new procedures. ഇതെല്ലാം കൂടി ഒരുമിച്ചുണ്ടായാലേ നമുക്ക് ഒരു നമ്മുടെ മാറ്റം കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതേമാതിരി തന്നെ that's only way we can make students curious about things. Thank you sir. എനിക്ക് തോന്നുന്നു സാർ പറഞ്ഞ പോലെ പുതിയ വിദ്യാഭ്യാസത്തിന്റെ നയം ഒരു ചുവട് പിടിച്ചുകൊണ്ട് കുട്ടികൾ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാനും, നമ്മളെല്ലാവരും കുട്ടികളും മുതിർന്നവരൊക്കെ കൂടുതൽ ചോദ്യം ചോദിക്കാനുള്ള ഒരു ശേഷി ഉണ്ടാക്കിയെടുക്കും നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് നമ്മുടെ പ്രേക്ഷകരിൽ നിന്നുള്ള ചോദ്യങ്ങളിലേക്ക് സമയത്തിന്റെ ഒരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് എടുക്കാവുന്ന ചോദ്യങ്ങൾ എടുക്കാം. അതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. നമ്മളെ ഈ പോസ്റ്റിൽ സ്ഥിരമായിട്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, US-ലും ഇംഗ്ലണ്ടിലും വിയന്നയിലും ഒക്കെ ആയിട്ട് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ മെസ്സേജുകൾ വരികയായിരുന്നു, ഞങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ട്, വളരെ ഇൻട്രസ്റ്റിംഗ് ടോക്ക് ആണെന്നൊക്കെ പറഞ്ഞിട്ട് US എന്നൊക്കെ ഇപ്പൊ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ഒരു അനൗൺസ്മെന്റ് ഉള്ളത്, നമുക്കറിയാം ഈ പോസ്റ്റ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും 7 മണിക്ക് സംഘടിപ്പിക്കുന്നത് മിഷൻ ബെറ്റർ ടുമോറോ എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗനൈസേഷൻ ആണ്. മിഷൻ ബെറ്റർ ടുമോറോ എന്ന് പറയുന്നത് കേരളത്തിൽ 2006 മുതൽ നടക്കുന്ന നന്മ എന്ന പ്രസ്ഥാനത്തിന്റെ ഗ്ലോബൽ പ്ലാറ്റ്ഫോമാണ്. അപ്പൊ ഈ നന്മ 2006 മുതൽ ആരോഗ്യ മേഖലയിലും പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിലൊക്കെ നിരവധി സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഈ കഴിഞ്ഞ 2 പ്രളയം വന്ന സമയത്ത് നമ്മുടെ നന്മയുടെ ഭാഗമായിട്ട് നന്മ ഹോംസ് എന്ന് പറഞ്ഞൊരു പദ്ധതി, നന്മ ഭവനങ്ങൾ എന്ന് പറഞ്ഞ പദ്ധതി ആരംഭിച്ചിരുന്നു. ക്രഡായിയായിട്ട് ചേർന്നാണ് അത് നമ്മൾ ചെയ്തത്. അതിന്റെ ഭാഗമായിട്ട് ആദ്യഘട്ടത്തിൽ നമ്മൾ 100 വീടുകൾ പുനർനിർമ്മിച്ച് നൽകി ആലപ്പുഴ, എറണാകുളം ജില്ലകളിലായിട്ട്. 2ാം ഘട്ടത്തിൽ 100 വീടുകൾ കൂടി നമ്മൾ നിർമ്മിക്കുന്നു.
അതിന്റെ ആദ്യത്തെ 5 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഈ 13-ാം തീയതി, അതായത് മറ്റന്നാള് 12:30 മണിക്ക് ഉച്ചക്ക് നമ്മൾ അതിന്റെ ആദ്യഘട്ട പൂർത്തീകരണത്തിന്റെ പ്രഖ്യാപനം നടത്താൻ പോവാണ്. അടുത്ത 5 വീടുകളുടെ ചാവിയും കൈമാറുകയാണ്. അത് ഓൺലൈനായിട്ടാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത് 12:30 മണിക്ക് ഉച്ചക്ക്. അത് ചാവികൾ കൈമാറുന്നത് പിന്നെ അതായത് സ്ഥലങ്ങളിലാണെങ്കിലും ഈ പ്രോഗ്രാം ഓൺലൈനിലാണ്. അത് ഇനാഗ്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പത്മശ്രീ MA യൂസഫ് അലി സാറാണ്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് പ്രമുഖരുണ്ട്. അതിന്റെ ഒരു ചെറിയ ടീസർ കണ്ടുകൊണ്ട് നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലേക്ക്. താങ്ക് യു. ഇനി നമ്മുടെ ചോദ്യങ്ങളിലേക്ക് അടക്കാം. ഞങ്ങളുടെ കൊളീഗായിട്ടുള്ള ശ്രീ ആനന്ദ് അദ്ദേഹമുണ്ട്. അതോടൊപ്പം തന്നെ ആര്യ ഉണ്ട്. സോ ഓവർ ടു യു ആനന്ദ് ജി. താങ്ക് യു സേഫ്. നമ്മള് കഴിഞ്ഞ 1.5 മണിക്കൂറോളമായിട്ട് വളരെ വിശദമായ ഒരു 2 യാത്രകൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാനലിസ്റ്റുകൾ നമ്മളെ കൊണ്ടുവന്ന് സന്തോഷ് സാറിന്റെ ടൂറിസം യാത്രകളും പ്രൊഫസർ ജെയ്സന്റെ ഇന്നർ യാത്രകളും ക്യൂരിയോസിറ്റിയുടെ ഒരു പാതയിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് നമുക്ക് ഈ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതിനകത്ത് റിപ്പീറ്റഡ്ലി വന്നൊരു ചോദ്യം സന്തോഷ് സാറിനോടാണ്. സന്തോഷ് സാറിനോട് നമ്മുടെ അരിയനല്ലൂർ സ്കൂളിലെ MVHSS സ്കൂളിലെ ബിന്ദു ഭാസ്കർ എന്ന ടീച്ചറും GHSS കടന്നപ്പള്ളിയിലെ ഗോപിക പ്രദീപ് എന്ന സ്റ്റുഡന്റും പിന്നെ 1-2 പേരും കൂടെ ചോദിച്ചൊരു ചോദ്യം, സാറിന്റെ ഫസ്റ്റ് വിദേശ യാത്ര നേപ്പാളിലേക്കുള്ള യാത്രയിൽ സാറ് പൈലറ്റിനെ കണ്ട സംഭവവും അദ്ദേഹത്തിനെ കണ്ടതും ആ ഒരു എക്സ്പീരിയൻസ്, രത്തൻ ലാമ എന്ന പൈലറ്റിനെ കണ്ടതും അതിലേക്ക് ആ യാത്ര അദ്ദേഹവുമായിട്ട് നടത്തിയ കോൺവെർസേഷനിൽ നിന്ന് താങ്കൾക്ക് കിട്ടിയൊരു പ്രചോദനം, ഇതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഒരു 1-2 പേർക്ക് നമ്മുടെ ഷോ നടക്കുന്ന വഴിക്ക് വന്ന ചോദ്യങ്ങളിൽ നിന്ന് പിക്ക് ചെയ്ത ചോദ്യമാണ് സാർ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു. സാറിന്റെ ഫസ്റ്റ് നേപ്പാൾ യാത്രയും പൈലറ്റുമായിട്ടുള്ള ഒരു എൻഗേജ്മെന്റും സംസാരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം സാർ. അത് ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച സംപ്രേഷണം ചെയ്ത സഞ്ചാരിയുടെ എയർ ഗ്രൂപ്പ് എന്ന പരിപാടിയിൽ ഒരു എപ്പിസോഡ് നീണ്ട ഒരു കഥയായിട്ട് പറഞ്ഞതാണ്. അതിനെ ഇനി ഒരു 2 മിനിറ്റിലേക്ക് ചുരുക്കുക എന്നത് വലിയൊരു പ്രശ്നമാണെങ്കിലും അത് യൂട്യൂബിലൊക്കെ കിടക്കുന്നുണ്ട്. ഞാൻ രത്തൻ ലാമയുടെ കഥ പറയാൻ പലപ്പോഴും ഉള്ളൊരു കാരണം അധ്യാപകർ ആ ചോദ്യം ചോദിച്ചുകൊണ്ട് തന്നെ ഞാനത് പറയാൻ താല്പര്യപ്പെടുന്നു. കാരണം ഞാൻ എൻ്റെ ആദ്യ വിദേശയാത്രയായിരുന്നു നേപ്പാളിലേക്ക്. അതിനു മുമ്പ് വിദേശ രാജ്യങ്ങളിലൊന്നും ഞാൻ പോയിട്ടില്ലെന്ന് മാത്രമല്ല, കേരളത്തിൽ നിന്നോ ഇന്ത്യയിലോ അധികം വിദേശ രാജ്യങ്ങളിലൂടെയുള്ള ഒരു ട്രാവലോഗൊന്നും ടെലിവിഷന് വേണ്ടി അക്കാലത്ത് 97 ആരും ചിത്രീകരിച്ചിരുന്നില്ല. അത് അസാധ്യമായിരുന്നു. അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് ഒന്നുകിൽ പോകണം, അല്ലെങ്കിൽ 10-12 ആളുകളുടെ ഒരു ക്രൂ ആയിട്ട് പോകാൻ മാത്രം സാമ്പത്തിക ചുറ്റുപാടുള്ള ഒരു ടെലിവിഷൻ ചാനലിന് മാത്രമേ അത് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു പരീക്ഷണമായി അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ആദ്യത്തെ 1-2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് മനസ്സിലായി ഇത് അത്ര എളുപ്പമല്ല ചെയ്യാൻ. എന്ന് മാത്രമല്ല, ഈ ടൂറിന്റെ സംഘത്തിലുള്ള പലരും നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്നു. അവരൊന്നും ഇങ്ങനെ ഒരു പരിപാടിയെ കുറിച്ച് പറയുമ്പോൾ അവരെല്ലാം ചോദിക്കുന്നത് സീരിയലാണോ നിങ്ങൾ ചെയ്യുന്നത്, അതോ ന്യൂസ് ആണോ ചെയ്യുന്നത്? ഈ ന്യൂസും സീരിയലും അല്ലാതെ ചാനലുകളോ ഉണ്ടാവും എന്നോ അതിന് വിഷയങ്ങൾ ഉണ്ടാകാമെന്നോ ഒന്നും ആളുകൾ അന്ന് ചിന്തിക്കാത്ത കാലമാണ്. ഒന്നെങ്കിൽ ഡോക്യുമെന്ററി ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ടെലിഫിലിം, അല്ലെങ്കിൽ സീരിയൽ, ഇങ്ങനെയൊക്കെ ഉള്ളതേ ഉള്ളൂ അന്ന് ആളുകളുടെ മനസ്സിൽ, അല്ലെങ്കിൽ സിനിമ. അതല്ലാതെ യാത്രാ വിവരണം ടെലിവിഷനിൽ എന്ന് പറയുമ്പോൾ അതെങ്ങനെ ഇരിക്കും?
അപ്പം നമ്മളെ അത് വേണ്ടത്ര പ്രോത്സാഹനമൊന്നും ആരും തരില്ല. അത് സ്വാഭാവികമായിട്ട് ഇത് അധികം നാളൊന്നും ഓടില്ല. ഇയാളുടെ ഈ യാത്രയുടെ ആവേശമൊക്കെ ഇട്ട് കഴിയുമ്പോൾ നിൽക്കും എന്ന് തന്നെയാണ് പൊതുവെ എല്ലാവരും കരുതുന്നത്. അപ്പൊ ഞാനും ഏതാണ്ട് നിരാശനായി. ഇത് നടക്കുന്ന സാധ്യതയില്ല എന്ന്. അത് തന്നെയല്ല, ഒരിടത്തും നമുക്ക് അതിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാവില്ല. തനിച്ച് ഈ ക്യാമറയും ചുമന്നുകൊണ്ടുള്ള നടത്തം തന്നെ ബുദ്ധിമുട്ടാണ്. വലിയ ഹെവി ക്യാമറയാണെന്ന്. മൊബൈൽ ഫോണിലൊന്നും വീഡിയോ എടുക്കുന്ന കാലത്തെ ആളുകൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവുന്നതല്ല. ഒരു 10-15 കിലോ ഭാരമുണ്ട് ഒരു ക്യാമറയ്ക്ക് തന്നെ. അപ്പോ അങ്ങനെ നിരാശനായി ഞാൻ ഈ പരിപാടി തന്നെ അവസാനിപ്പിച്ചാലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് പൊക്ര എന്ന സ്ഥലത്ത് നിന്ന് കാഠ്മണ്ഡുവിലേക്ക് ഒരു വിമാനത്തിൽ യാത്ര ചെയ്യാനുള്ള അവസരം ആ ടൂർ നടത്തിയ ആൾ എനിക്ക് ഒരുക്കി തന്നത്. ആ യാത്രക്കിടയിൽ വിമാനത്തിൽ നിന്ന് ജനാലയിലൂടെ പുറത്തെ കാഴ്ചകൾ ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിച്ച് ആണ് ഞാനിതിൽ കയറിയത്. പക്ഷെ വിൻഡോ സീറ്റ് കിട്ടിയില്ല. അപ്പൊ ഒരു എയർ ഹോസ്റ്റസിനോട് ഞാനത് ആവശ്യപ്പെട്ടപ്പോ എയർ ഹോസ്റ്റസ് ആദ്യം എനിക്ക് അധികം ഒരു പ്രോത്സാഹനം തന്നില്ല. പക്ഷെ പിന്നീട് ഇത് ചെറിയ വിമാനം, അപ്പൊ അത് പൈലറ്റിന്റെ അടുത്ത് ഈ വിവരം അറിയിച്ചു. പൈലറ്റ് എന്നെ കോക്പിറ്റിലേക്ക് വിളിപ്പിച്ചു. കോക്പിറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അങ്ങേരെ അവിടെ തന്നെ ഇരുന്ന് ഷൂട്ട് ചെയ്യാനുള്ള സഹായം ചെയ്തു തന്നു. എനിക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനവും തന്നു. അപ്പൊ എനിക്കിതൊക്കെ വിചിത്രമായിരുന്നു. കാരണം ഒരു പൈലറ്റ് കോക്പിറ്റിനകത്ത് കയറാൻ പറ്റുക, അതെന്റെ ഇത്തരമൊരു യാത്രയ്ക്ക് വേണ്ടി പുറപ്പെട്ടപ്പോൾ തന്നെ അങ്ങേരെ അതിനെ ഭയങ്കര അത്ഭുതത്തോടെ, ഇതൊരു ഗംഭീര ആശയമാണല്ലോ എന്ന ആശ്ചര്യത്തോടെ എന്നെ സ്വീകരിക്കുന്നു. കോക്പിറ്റിനകത്ത് ചിത്രീകരിക്കാൻ അനുവാദം തരുന്നു. എന്ന് മാത്രമല്ല, വിമാനം കാഠ്മണ്ഡുവിൽ ഇറങ്ങിക്കഴിഞ്ഞ് ഇദ്ദേഹം എന്നെ അവിടെ നിർത്തി, വിമാനത്തിന്റെ മുന്നിൽ നിർത്തി ഞങ്ങൾ രണ്ടുപേരുടെ ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് അദ്ദേഹം കോ പൈലറ്റിനോട് പറയുന്നു, ഈ ഫോട്ടോ ഞാൻ എടുത്തു വെക്കുന്നത് ഒരു ചരിത്ര മുഹൂർത്തമായതുകൊണ്ടാണ്. കാരണം ഇങ്ങേരുടെ ആദ്യത്തെ വിദേശ യാത്രയാണ്. ഈ പരിപാടിയുമായിട്ട് ഇയാൾ മുന്നോട്ട് പോയാൽ ഇത് വലിയൊരു സംഭവമായി മാറും. അപ്പൊ എനിക്ക് അഭിമാനിക്കാമല്ലോ, ഇയാള് ആദ്യത്തെ യാത്ര എന്നോടൊപ്പം ഈ വിമാനത്തിലായിരുന്നു എന്ന്. അപ്പൊ ഇങ്ങേരുടെ ഈ വാക്കുകളാണ് എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തത്. ഈ ചെയ്യുന്ന ചെറിയ കാര്യമല്ലെന്നും ഇതൊരു വലിയ കാര്യം തന്നെയാണെന്നും അത് നിരന്തരം ആകാശത്തിലൂടെ പറക്കുന്ന ഒരു പൈലറ്റിന് പോലും ഇത് ആവേശം കൊടുക്കുന്ന, അത്ഭുതം പകരുന്ന ഒരു കാര്യമാണ് ഞാൻ ചെയ്യുന്നതെന്നും അപ്പോഴാണ് എനിക്ക് തിരിച്ചറിവുണ്ടാകുന്നത്. ശരിക്കും ആ ഒരു പ്രചോദനമാണ് എനിക്ക് തുടർന്ന് ഇന്ന് ഈ 130-ലേറെ രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച് 1700 എപ്പിസോഡുകളിൽ സഞ്ചാരം എത്തിക്കാനും സഫാരി എന്നൊരു ചാനൽ തുടങ്ങാനും ഒക്കെ അന്ന് കിട്ടിയ ഊർജത്തിന്റെ ഒരു കുതിപ്പിൽ നിന്നാണ് ആരംഭിച്ചത്. അപ്പൊ ഞാൻ അധ്യാപകരോട് പലപ്പോഴും ഇത്തരം പല മീറ്റിങ്ങുകളിൽ അധ്യാപകരുടെ യോഗങ്ങളിലും ഒക്കെ ഞാൻ പങ്കെടുക്കാറുണ്ട്. ഞങ്ങളുടെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അധ്യാപകരോട് പറയുമ്പോൾ ഞാൻ ഈ കഥ ചിലപ്പോൾ പറയാറുണ്ട്. അധ്യാപകർ, നിങ്ങളുടെ ഒരു കുട്ടി വളരെ ആശങ്കയോടെ മടിച്ച് അവന്റെ ഒരു കഴിവ് അവതരിപ്പിക്കാൻ, അവന്റെ ഒരു ചെറിയ ആശയം അവതരിപ്പിക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ അവനെ ചേർത്ത് നിർത്തി നിന്റെ ഗംഭീര ആശയമാണ്, ഈ ആശയവുമായി മുന്നോട്ട് പോവുക, വലിയ വിജയം നിനക്കുണ്ടാകും എന്ന് ഏതെങ്കിലും ഒരു അധ്യാപകന് പറയാൻ കഴിഞ്ഞാൽ നിങ്ങൾ സൃഷ്ടിക്കുന്നത് ഒരു അത്ഭുത പ്രവർത്തകനെ ആയിരിക്കും എന്നാണ് എനിക്ക് അധ്യാപകരോട് പറയാനുള്ളത്. കാരണം നമ്മളൊക്കെ ഓർക്കേണ്ടത് കുട്ടികൾക്ക് ആശങ്കകളാണ്. അവർ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന ആശങ്കയാണ്. അവർ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് എല്ലാവരും പുതിയ ആശയങ്ങളെ സ്വീകരിക്കുന്നത്. പക്ഷെ സമൂഹം അല്ലെങ്കിൽ മുതിർന്നവർ അവരെ ആ ആശയത്തെ, അവരുടെ ആ ചിന്തയെ പലപ്പോഴും നെഗറ്റീവായി കാണുകയും അതിനെ കളയാൻ, തകർത്ത് കളയാൻ, ചതച്ചു കളയാൻ, ഒതുക്കി കളയാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ഒരു അധ്യാപകൻ നന്നായിരിക്കുന്നു മോനെ എന്ന് പുറത്തു തട്ടി അഭിനന്ദിക്കുമ്പോൾ ലോക നിലവാരത്തിലേക്ക് വളരാൻ സാധ്യതയുള്ള ഒരു പ്രതിഭയെ നിങ്ങൾ സൃഷ്ടിക്കുകയാണ് എന്ന് നിരന്തരം ചിന്തിക്കുക. അത്തരത്തിൽ എത്ര പ്രതിഭകളെ നിങ്ങൾക്ക് പുറത്തു തട്ടി വളർത്തിയെടുക്കാൻ അധ്യാപന ജീവിതത്തിനിടയ്ക്ക് സാധിച്ചു എന്ന് നിങ്ങൾ നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഒരു വർഷത്തിൽ ഒരു 10 കുട്ടികളെയെങ്കിലും അങ്ങനെ പ്രചോദിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ അധ്യാപന ജീവിതം വിജയമായി. താങ്ക് യു സർ. വിദ്യാർത്ഥികളുടെ ക്യൂരിയോസിറ്റിയും ഒപ്പം അധ്യാപകരുടെ ക്യൂരിയോസിറ്റിയെ കുറിച്ചും പറഞ്ഞ് ഇതിൽ നിന്ന് നമുക്ക് പ്രൊഫസർ ജെയ്സണിലേക്ക് പോകാം. സാറ് പറഞ്ഞ് ടോട്ടോ ചാനലിനെ കുറിച്ച് റെഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ടോക്കിനിടയ്ക്ക് ആര്യ അശോക് ചോദിച്ച ചോദ്യം സാറിനോട് ചോദിക്കുന്നത്, നമ്മുടെ ഇന്ത്യയിലെ പേരന്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ്. അപ്പൊ ഇതിനകത്ത് കുട്ടികളുടെ ക്യൂരിയോസിറ്റിയെ ഡിനൈ ചെയ്യുന്നത് വഴി, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ, ഇപ്പം സന്തോഷ് സാർ പറഞ്ഞ പോലെ പുതിയ കാര്യങ്ങൾ അന്വേഷിച്ച്, പുതിയ സ്ഥലങ്ങൾ അന്വേഷിച്ച് പോകാനുള്ള ക്യൂരിയോസിറ്റിയെ കില്ല് ചെയ്യുന്നത് അവരുടെ പേടി കൊണ്ടാണ്. നമ്മുടെ ഇന്ത്യൻ പേരന്റിങ്ങിന്റെ ഒരു പേടി കൊണ്ടാണ്. അവൻ പോയാൽ അപകടത്തിൽ പറ്റുമോ എന്നുള്ള പേടി കൊണ്ട് ആണ് അവരെ തടയുന്നത്. പക്ഷെ അത് ഈ കുട്ടികളുടെ ഇന്നേറ്റ് ആയിട്ടുള്ള ക്യൂരിയോസിറ്റിയെ നശിപ്പിക്കുകയാണോ എന്നുള്ളതാണ് ആര്യ അശോക് ചോദിച്ചേക്കുന്ന ചോദ്യം. ജെയ്സൺ സാർ. വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു
ചോദ്യമാണ് അത്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ പാരന്റിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഒന്ന് വളരെ നമ്മൾ ഭയങ്കര കെയർഫുൾ ആണ്. അയ്യോ കൊച്ചു അങ്ങോട്ട് ചാടി കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റുമോ, ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റുമോ. ഞാനൊക്കെ വളർന്നു വരുന്ന സമയത്ത് എനിക്കറിയില്ല, മൈ പാരന്റ്സ് they were not really bothered what I'm doing. അപ്പൊ അത് ഇപ്പോഴത്തെ ഒരു പുതിയൊരു ജനറേഷന്റെ ഒരു പ്രശ്നമാണോ എന്ന് ഉള്ള അത് ഓക്കെ, അതൊരു പ്രശ്നമാണ്. പാരന്റിങ് ഒരു പ്രശ്നമാണ്. പക്ഷെ പാരന്റിങ് ഒരു പ്രശ്നമാണെന്ന് നമ്മൾ ഇരുന്ന് അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനെ പറ്റിയിട്ടുള്ള ഒരു അവബോധവും അതൊക്കെ ഒരു ടീച്ചേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഈ പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നത് സ്റ്റുഡൻസിനോട് പഠിപ്പിക്കുന്നതിനേക്കാളും ഉപരിയായിട്ട് നമ്മുടെ പാരന്റ്സിനെ ഒന്നും കൂടിയും we need to actually help them to understand, why kids should be encouraged to ask questions. Like, as Santosh said, it is very important to make sure that you encourage the kids to explore their ideas. It's extremely important. അപ്പൊ അത് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞാൽ പാരന്റ്സിനെ ഇങ്ങനെയുള്ള മേഖലയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ അധ്യാപകര് ടോട്ടോച്ചാൻ വായിക്കുന്നത് പോലെ തന്നെ അധ്യാപകർക്ക് പാരന്റ്സിനോടും ടോട്ടോച്ചാൻ വായിക്കാൻ ആവശ്യപ്പെടാം. അപ്പൊ അങ്ങനെ പല നമ്മുടെ പിന്നെ എന്ന് പറഞ്ഞാൽ പൊതുവെ it is not something that you can build overnight. It's a culture that has to evolve over a period of time, which requires a lot of intervention from all possible sides. You need intervention from the school. You need to have participation. You need to have a policy. You need to have policy frameworks. You need എന്താ പറയാ സിവിൽ സൊസൈറ്റിയുടെ ഇത് വേണം. എല്ലാം കൂടി it has to be a concerted effort to change the current whether it is a parenting style or school framework. All of them require a lot of concerted effort. താങ്ക് യു സാർ. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വേറൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത് സാഗർ GHSS പുലമന്തോട് ചോദിച്ചേക്കുന്ന ചോദ്യമാണ്. പ്രൊഫസർ ജെയ്സനോട് തന്നെയാണ് ചോദിക്കാവുന്നത്. ഒരു കുട്ടി തന്റെ ഇന്റേണൽ ആയിട്ടുള്ള ആന്തരികമായിട്ടുള്ള കഴിവുകളെ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? അതിന്റെ ഒരു ഹൗ ഡു ദേ ഡിസ്കവർ ദംസെൽസ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ? So normally the kids actually find their I don't think it is like it's not that that the kids start discovering that I have a certain skills. No, it's not like that. It is about you find a spark in that kid. ഇപ്പൊ നമ്മളിപ്പോ ഒരു കുട്ടിക്ക് ഒരു കഴിവുണ്ടെന്ന് അത് നമ്മുടെ മാതാപിതാക്കന്മാരും അധ്യാപകരാണ് അത് കണ്ടുപിടിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ അത് കുട്ടിക്ക് അത് കൃത്യമായിട്ട് ചിലപ്പോൾ അറിയായിരിക്കില്ല. അത് എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ പറയുന്നത്, അതിന് സ്കൂളിന് ശേഷമുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞത്. സ്കൂളിലുള്ള കുട്ടികൾക്ക് നമ്മളെ അതൊരു എൻകറേജ്മെന്റ് വി നീഡ് ടു ആക്ച്വലി ഫൈൻഡ് that's a quality of a parenting style and the quality of the teaching or the quality of the school they would be able to identify what kind of skills that a kid has, right? So അത് കണ്ടുപിടിക്കേണ്ടത് അധ്യാപകരും മാതാപിതാക്കന്മാരുമാണ്. അത് എന്നിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. So then you need to make them realize that that you can do better. You can take this particular skill forward. അതിനുള്ള സഹായങ്ങൾ ചെയ്തു. അത് സ്കൂളിന്റെയും മാതാപിതാക്കന്മാരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. താങ്ക് യു സർ. അടുത്ത ചോദ്യം ആര്യ നിർമ്മൽ ജെ SPC ആണ്, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ആണ്, GMHSS വർക്കല. ആര്യ നിർമ്മൽ ചോദിച്ചേക്കുന്നത് സന്തോഷ് സാറിനോടാണ്. വളരെ രസകരമായ ഒരു ചോദ്യമാണ്. സാറിന്റെ ചോദ്യം, സാർ ഒരു ടൈം മെഷീൻ ലഭിക്കുകയാണെങ്കിൽ സാർ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സഞ്ചാര നിമിഷം ഏതാണ്? ഞാൻ ടൈം മെഷീനിൽ യാത്ര ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ പുറകോട്ട് പോകും. പുറകോട്ട് പോയാൽ ഞാൻ ഈ വേൾഡ് വാർ ഒക്കെ നടന്നിരുന്ന ഒരു കാലത്തിലേക്ക്, അല്ലെങ്കിൽ ഫസ്റ്റ് വേൾഡ് വാറിന്റെ കാലത്തിലേക്ക്, 1800കളിലേക്ക് ഒക്കെ ഞാൻ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. കാരണം ഈ പഴയ കാലഘട്ടം മുഴുവൻ ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആവേശകരമായ കാലങ്ങളാണ്. പലവിധ ജീവിത പ്രതിസന്ധികൾ മനുഷ്യനുണ്ടെങ്കിലും അവിടെ നിന്നൊക്കെ സൊല്യൂഷൻസ് കണ്ടെത്താൻ ആളുകൾ ശ്രമം നടത്തിയിരുന്ന കാലഘട്ടം. അപ്പൊ എനിക്ക് അതിൽ ഏറ്റവും അത്ഭുതകരമായി തോന്നിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഹൃദയത്തെ പിടിച്ച് വല്ലാണ്ട് വേദനിപ്പിക്കുകയോ
നമ്മളെ ആവേശം കൊള്ളിക്കുകയൊക്കെ ചെയ്ത കാലഘട്ടം 1930-കൾക്കും 50-കൾക്കും ഇടയ്ക്കുള്ള കുറെ കാലം. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത് ആ കാലത്താണ്. ലോകം പല വലിയ പ്രതിസന്ധികളെ നേരിട്ടത് ആ കാലത്താണ്. ആറ്റം ബോംബ് പരീക്ഷിച്ചതും അതുപോലെ തന്നെ ലോകത്തെ ഒത്തിരി കണ്ടുപിടുത്തങ്ങളുടെ ശാസ്ത്ര വളർച്ചയുടെ ഒക്കെ കാലം അതാണ്. വിമാനം ഒരു ഗതാഗത സംവിധാനമായി വളർന്നത്, സിനിമ ഒരു ജനകീയ മാധ്യമമായിട്ട് വളർന്നത്, ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ 20-ാം നൂറ്റാണ്ട് എന്ന് പറയുന്ന 1901 മുതൽ 1999 അല്ലെ 2000 വരെയുള്ള ഒരു കാലഘട്ടം ലോകത്തിന് സംഭാവന ചെയ്തതുപോലെ ഒരു നൂറ്റാണ്ടും ലോകത്തിന് സംഭാവന ചെയ്തിട്ടില്ല. അത് ഇനിയുള്ള നൂറ്റാണ്ടുകളും എനിക്ക് തോന്നുന്നില്ല അത്രയേറെ സംഭാവനകൾ ചെയ്യുമെന്ന്. നമ്മളൊക്കെ പൊതുവിജ്ഞാന പരീക്ഷയ്ക്ക് കാണാതെ പഠിക്കുന്ന കുറെ ചോദ്യങ്ങളുണ്ടല്ലോ. അത് കണ്ടുപിടിച്ചതാര്, ഇത് കണ്ടുപിടിച്ചതാര്, അതാര് പരിവേഷണം നടത്തിയ, അവിടെ എത്തിച്ചേർന്നതാര്. ഇതിൽ ബഹുഭൂരിപക്ഷവും സംഭവിച്ചത് ഈ കാലഘട്ടത്തിലാണ് എന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടം ഒന്നുകൂടി അനുഭവിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാലം. സർ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇനി അടുത്ത 2 ചോദ്യങ്ങൾ എടുക്കാനായിട്ട് ആര്യ, ORCയുടെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആര്യ ക്ഷണിക്കുകയാണ്. ആര്യ. യെസ്, താങ്ക് യു ആനന്ദ് സർ. ഒത്തിരി ക്വസ്റ്റ്യൻസ് നമുക്ക് ചാറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട്. ഫേസ്ബുക്കിലും സൂമിലും ഒക്കെ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് എടുക്കാൻ കഴിയില്ല. പക്ഷെ വളരെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സന്തോഷ് സാറിനോടാണ്. ക്യൂരിയോസിറ്റി നമ്മളെ കൂടുതൽ അറിവ് നേടാൻ സഹായിക്കും. അതോടൊപ്പം തന്നെ യാത്ര ചെയ്യുമ്പോഴും നമുക്ക് കൂടുതൽ അറിവ് കിട്ടുന്നു. അപ്പൊ സാർ ഫസ്റ്റ് യാത്ര ചെയ്യാനുണ്ടായ ഒരു ക്യൂരിയോസിറ്റി, യാത്രകൾ ഇഷ്ടപ്പെട്ട് തുടങ്ങാനുണ്ടായ ഒരു ക്യൂരിയോസിറ്റിയെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഗോപിക ഫ്രം പെർള, കാസർഗോഡ് ജില്ലയിൽ നിന്നാണ്. സാറിനോടാണ് ക്വസ്റ്റ്യൻ. നമുക്ക് അറിയാം, ക്യൂരിയോസിറ്റി ഉണ്ടാവണമെങ്കിൽ ആദ്യം നമുക്ക് കുറച്ച് അറിവ് വേണം. തീരെ അറിവില്ലാത്ത ഒന്നിനെ കുറിച്ച് നമുക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല. അതാണ് ഏറ്റവും രസകരമായ കാര്യം. കുറച്ച് അറിവുള്ള ഒരു വസ്തുവിനെ കുറിച്ച് നമുക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാവും. നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഒരു ഗ്രഹത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് ക്യൂരിയോസിറ്റിയാണ് ഉണ്ടാവുക? നിങ്ങൾ കേട്ട് കഴിഞ്ഞ് തുടങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്നത്. അതുപോലെ തന്നെ എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ചില വായനയിലൂടെ, പുസ്തകങ്ങളിലൂടെ, ഇപ്പോൾ SK പൊറ്റക്കാടിനെ പോലുള്ള യാത്രാ വിവരണ, യാത്രാ സാഹിത്യം, സഞ്ചാര സാഹിത്യകാരന്മാരിൽ നിന്ന് അവരുടെ എല്ലാ പുസ്തകങ്ങളും ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ എനിക്ക് വായിക്കാൻ പറ്റി. അതുകൊണ്ട് തന്നെ ആ വായന എന്നെ, അദ്ദേഹം വാക്കുകൾ കൊണ്ട് വരച്ചിട്ട കുറെ സ്ഥലങ്ങൾ നമ്മൾ മനസ്സുകൊണ്ട് സഞ്ചരിക്കും. അദ്ദേഹം ചില ഉദാഹരണങ്ങളൊക്കെ പറയും. അവിടുത്തെ മനുഷ്യരുടെ രൂപഘടന, അവിടുത്തെ വീടുകളുടെ രൂപം, അവിടുത്തെ വഴികളുടെ ഷേപ്പ്, അവിടെ അന്ന് അദ്ദേഹം കണ്ടുമുട്ടിയ ആളുകളുടെ സ്വഭാവം, ഇതൊക്കെ അദ്ദേഹം വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുമ്പോൾ നമ്മൾ മനസ്സിലിങ്ങനെ കണക്ക് കൂട്ടിയെടുക്കാൻ നോക്കും. കുമ്പളങ്ങ പോലെ നീണ്ട മുഖമുള്ള ഒരു സ്ത്രീ ഒരു വട്ടി ഫലങ്ങളുമായി ട്രെയിനിലേക്ക് കയറി വന്നു എന്നായിരിക്കും അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മളൊരു കുമ്പളങ്ങ മനസ്സിൽ സങ്കല്പിക്കും, അതിന്റെ ഷേപ്പുള്ള ഒരു മുഖം സങ്കല്പിക്കും, പിന്നെ ഇവർ കൊണ്ടുവന്ന പാത്രങ്ങൾ സങ്കല്പിക്കും. ഇങ്ങനെ നമ്മൾ ഇമാജിൻ ചെയ്യും. പിന്നെ നമ്മൾ കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങും. ഇപ്പൊ നേപ്പാളിലേക്ക് പോകുന്നതിന് മുമ്പ് ധാരാളം പുസ്തകങ്ങൾ ഞാൻ നേപ്പാളിനെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. അപ്പൊ നേപ്പാളിന്റെ ഒരു അതിർത്തിയിലാണ് എവറസ്റ്റ് എന്ന് നമുക്കറിയാം, ഹിമാലയ രാജ്യമാണെന്ന് നമുക്കറിയാം. അവിടുത്തെ രാജാവ്, അക്കാലത്ത് ഞാൻ പോകുന്ന സമയത്ത് രാജാവുണ്ട് അവിടെ, വീരേന്ദ്ര രാജാവ്. ആ രാജാവിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോ രാജാവിന്റെ കൊട്ടാരം എവിടെയാണെന്ന് കാണണമെന്നുള്ള ആഗ്രഹമുണ്ട്. ആ സമയത്തും രാജഭരണം നടക്കുന്ന നമ്മുടെ സമീപത്തുള്ള ഒരു രാജ്യം അതാണ്. പിന്നെ ഭൂട്ടാനിലും ഉണ്ട്. നമുക്കൊന്നും രാജഭരണമില്ല. അപ്പൊ ഇങ്ങനെയുള്ള ക്യൂരിയോസിറ്റികൾ, കൗതുകങ്ങൾ, ചോദ്യങ്ങൾ, നമുക്ക് അതെങ്ങനെയാണ് എന്നറിയാനുള്ള ജിജ്ഞാസ, ആ ജിജ്ഞാസ തേടിയാണ് നമ്മൾ എല്ലാ യാത്രകളും ചെയ്യുന്നത്. അപ്പൊ ഈ ജിജ്ഞാസ നമ്മൾ തന്നെ ഉണ്ടാക്കണം. അതിൽ നമുക്ക് ആദ്യം തന്നെ കുറച്ച് വിവരം ഉണ്ടെങ്കിൽ മാത്രമേ ജിജ്ഞാസ ഉണ്ടാവും. അല്ലാതെ ഒരറിവില്ലാത്ത ഒന്നിനെ കുറിച്ചോ ഒരറിവില്ലാത്ത ഒരാൾക്കോ ഒരിക്കലും ജിജ്ഞാസ ഉണ്ടാവില്ല. ഓക്കെ, താങ്ക് യു സർ. സർ വളരെ രസകരമായി തന്നെ പറഞ്ഞു ആ ഒരു മറുപടി. നമ്മൾക്ക് അറിവുള്ള കാര്യങ്ങളിൽ മാത്രമേ നമുക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാവുള്ളൂ, അത് കൂടുതൽ അറിയാനായിട്ട്. ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്, അതും സന്തോഷ് സാറിനോട് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. സഞ്ചാരം ഷൂട്ട് ചെയ്തപ്പോൾ, ആ സ്ഥലത്ത് സഞ്ചരിച്ചപ്പോൾ, ഒരുപാട് സ്ഥലങ്ങളിൽ സഞ്ചരിച്ചപ്പോൾ അവിടെയുള്ളവരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? സർ ഈ ഷൂട്ട് ചെയ്യുന്നതിനും സ്ഥലങ്ങൾ സന്ദർശിച്ചപ്പോഴും സാറിന് വിഷമകരമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്
ക്വസ്റ്റ്യൻ. മുനാവീർ ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സർ, ആദ്യകാലത്ത് ഈ ക്യാമറയുമായി നടക്കുന്ന ഒരാൾ തന്നെ ഒരു കൗതുക വസ്തുവായിരുന്നു. ഏത് നാട്ടിൽ ചെല്ലുമ്പോഴും ബാക്കിയുള്ള ടൂറിസ്റ്റുകളൊക്കെ വരുന്നു, അവരുടെ കയ്യിൽ പരമാവധി ഒരു സ്റ്റിൽ ഫോട്ടോ എടുക്കാൻ കഴിയുന്ന ക്യാമറ ഉണ്ടാവും. ഇത് വലിപ്പമുള്ള വലിയ ഒരു ക്യാമറ തോളിൽ വെച്ച് വീഡിയോ ക്യാമറയുമായി നടക്കുന്ന ആള് 90കളിലും 2000 ആണ്ടിന്റെ ആദ്യ വർഷങ്ങളിലും ഒക്കെ വലിയ അത്ഭുതമായിരുന്നു. പിന്നീട് എന്റെ ക്യാമറയുടെ വലിപ്പം ചെറുതായി വന്നു, ടെക്നോളജി വികസിക്കും തോറും. അപ്പൊ ചെറുതാകും തോറും അത് ആളുകൾ കാണാതെ രഹസ്യമായി ഒരു സ്ഥലത്ത് മാറി നിന്ന് ഷൂട്ട് ചെയ്യുന്ന ഒരു സ്വഭാവം ഞാൻ വളർത്തിയെടുത്തു. എങ്കിലും എല്ലാ സ്ഥലത്തും ഈ അനുമതി ലഭിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പലയിടത്തും നമുക്ക് മുൻകൂട്ടി അനുമതിയൊക്കെ വാങ്ങി പോയി നമ്മൾ ചെല്ലുന്നതിന് മുമ്പ് അനുമതി വാങ്ങി വെക്കാനുള്ള ഒരു ടീമൊന്നും നമുക്കില്ലാത്തത് കൊണ്ട് നമ്മൾ തന്നെ ചെന്ന് അനുമതി വാങ്ങി ഷൂട്ട് ചെയ്യേണ്ടതുണ്ട് പലയിടത്തും. അതിനൊക്കെ പലയിടത്തും തടസ്സങ്ങൾ നേരിടും. എന്നാൽ ഇപ്പോ എല്ലാ മനുഷ്യരുടെ കയ്യിലും മൊബൈൽ ഫോണ്, എല്ലാ മനുഷ്യരുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ക്യാമറയൊക്കെ ഉള്ള ഒരു കാലമായതുകൊണ്ട് തന്നെ ഇപ്പൊ അധികം ആളുകൾ അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. ക്യാമറയായിട്ട് ഇറങ്ങുന്നിടത്ത്, ക്യാമറ നിരോധിച്ചിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് അവിടെ ഒരു ബോർഡ് വെച്ചിരിക്കും, അവർ നമ്മളെ ഇൻസ്ട്രക്ട് ചെയ്യുന്നുള്ളത് ഒഴിച്ചാൽ പൊതുവെ ആളുകൾ ക്യാമറയോ മൊബൈൽ ഫോണിലോ ക്യാമറയുമായോ മൊബൈൽ ഫോൺ കൊണ്ടോ വീഡിയോ എടുക്കുന്നതോ സ്റ്റിൽ ഫോട്ടോ എടുക്കുന്നതോ ഒന്നും ഇന്ന് അത്ര വലിയൊരു പ്രശ്നമായിട്ട് ആളുകൾ കാണാറില്ല. താങ്ക് യു വെരി മച്ച് സർ. നമുക്ക് സമയക്കുറവ് കാരണം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ജെയ്സൺ സാറിന്റെ അടുത്ത് ചോദിച്ച് നമുക്ക് ക്വസ്റ്റ്യൻ സെഷൻ അവസാനിപ്പിക്കാം. സർ, ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കൃഷ്ണപ്രിയ ആണ്. സാറിന്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ക്യൂരിയോസിറ്റി ഉണ്ടായത് എപ്പോഴാണ്? അതിനോടൊപ്പം ഒരു കാര്യം കൂടിയുണ്ട് സർ, സാറിന്റെ പ്രൊജക്റ്റായ ക്യൂരിയോസിറ്റി കിയോസ്കിനെ കുറിച്ച് 2 വാക്കുകൂടെ. ഉണ്ടായിട്ടുള്ള ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കാൾ സാഗൻ എന്ന് പറഞ്ഞ ഒരു ഫിസിസിസ്റ്റിന്റെ കുറിച്ച് ഇങ്ങനെ ഒരു പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുക. അപ്പൊ മൂപ്പര് ദൈവത്തിന്റെ അസ്തിത്വത്തെ കുറിച്ച് ചോദ്യം ചെയ്തിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ ആള് ചോദിച്ചൊരു ചോദ്യമാണ്, ദൈവം എല്ലാവരെയും സൃഷ്ടിച്ചെങ്കിൽ ദൈവത്തെ സൃഷ്ടിച്ചത് ആര്? അതൊരു വലിയൊരു ചോദ്യമായിരുന്നു അന്നത്തെ. ഞാൻ വളരെ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അന്നത്തെ അതൊരു വലിയൊരു ചോദ്യമായിരുന്നു. എന്ന് പറഞ്ഞാൽ അന്ന് നമ്മളെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ദൈവം എല്ലാവരെയും സൃഷ്ടിച്ചു, നമ്മള് എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്, അതാണ് ഇതാണ് എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് കാൾസാഗനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ the question was like, who created God? That was a very interesting question. I was extremely curious about it. Then it was one of the instances in which I was like extremely that was a very very interesting and curious question that I actually encountered. Curiosity kiosk again, അത് നമ്മുടെ നമ്മുടെ ക്യൂരിയോസിറ്റി ലാബ് ഒരു സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ 1-2 ഫിലാന്ത്രോപ്പിസ്റ്റ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിന്റെ കാര്യങ്ങൾ നടത്താനും ഇതിന്റെ ബജറ്റിങ്ങും അങ്ങനെ പരിപാടിക്ക്. അപ്പൊ they have given us some funding to create something called a curiosity. The thing is that it is like a standalone a room where the students should be able to come and explore things. They should be able to experiment on their own without the very minimal interventions of the other people. Like നമ്മള് സ്വന്തമായിട്ട് എക്സ്പെരിമെന്റ് നടത്താനും അതിന് പുതിയമായിട്ടുള്ള എക്സ്പ്ലോറേഷൻസ് നടത്താനും അങ്ങനെയുള്ള ഒരു പ്രോട്ടോടൈപ്പിംഗ് ആയിട്ടുള്ള നമ്മൾ എന്താ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടെയ്നർ ലോറികൾ ഉണ്ടല്ലോ. സോ വി കൺവേർട്ട് ദാറ്റ് കണ്ടെയ്നർ to a kind of a room where the students should be able to go in and explore themselves. So it can be on the wheel, so that the kiosk can be on the wheel, where we go to a school, we park there for few days. It will have a library, it will have a science lab, it will have games. Appa കുട്ടികളുടെ ക്യൂരിയോസിറ്റി ട്രിഗർ ചെയ്യാനുള്ള എല്ലാം ഉള്ള ഒരു ചെറിയ പരിപാടികളൊക്കെ സംഘടിപ്പിച്ച് ഒരു റൂമിന്റെ ഉള്ളിൽ അതിപ്പോ ഒരു കുറച്ചാൾ കഴിഞ്ഞ് വീണ്ടും വേറൊരു സ്കൂളിലോട്ട് പോവാ. സോ ഇറ്റ് ഇസ് ലൈക്ക് എ കിയോസ്ക് ഓൺ ദ വീൽസ്. അപ്പൊ അങ്ങനെയാണ് അത് കൺസെപ്ച്വലൈസ് ചെയ്തത്.
ഓക്കെ സർ, താങ്ക് യു വെരി മച്ച്. വളരെ നല്ല ഒരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ അത് കുട്ടികൾക്ക് നന്നായി പ്രയോജനപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഓക്കെ, താങ്ക് യു സന്തോഷ് സർ, താങ്ക് യു ജെയ്സൺ സർ. നമ്മളുടെ ഇന്നത്തെ സെഷൻ കൺക്ലൂഡ് ചെയ്യുന്നതിലേക്കാണ് ആയിട്ട് MBTയുടെ ടീം മെമ്പർ ആനന്ദ് മണി സാറിനെ വെൽക്കം ചെയ്യുന്നു. വെൽക്കം സർ. അറിയാം, ഒരു മിനിറ്റ്. ആനന്ദ്മണി, എഞ്ചിനീയർ ആനന്ദ്മണിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒറ്റ മിനിറ്റ് വിജയൻ സാറിനെ ഒന്ന് ഞാൻ തിരിച്ചു വിളിക്കുകയാണ്. സാർ ഒന്ന് വൈൻഡപ്പ് ചെയ്തിട്ട് ആനന്ദ്മണി സാറിലേക്ക് പോകാം. ഓക്കെ, താങ്ക് യു. സാധാരണ നിലക്ക് ഒരു 8:10, 8:15 ആകുമ്പോൾ അവസാനിക്കുന്നതാണ്. ഇന്ന് സൂപ്പർ സ്റ്റാർസ് ഉള്ളതുകൊണ്ടായിരിക്കണം രണ്ടും വളരെ നീണ്ടുപോയിട്ടുണ്ട്. സോറി ദാറ്റ് നമ്മൾ പറഞ്ഞിരുന്നത് 8 o'clock മെയിൻ ചെയ്യണം എന്നൊക്കെ ആയിരുന്നു. 8:15 വരെ ഞങ്ങൾ സാധാരണ അറ്റൻഡ് ചെയ്യാറുണ്ട്. ബട്ട് ഇറ്റ് വാസ് റിയലി ഗ്രേറ്റ്. രണ്ടുപേരും രണ്ട് കാര്യങ്ങളും, ഒന്ന് അവരുടെ തിയററ്റിക്കൽ നോളജിനേക്കാൾ ഒക്കെ ഉപരി ആളുകളെ എൻകറേജിങ് ടു എക്സ്പ്ലോർ, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിനെ എൻകറേജിങ് ടു എക്സ്പ്ലോർ. കേൾക്കുന്ന സമയത്ത് നമുക്കൊക്കെ തന്നെ തോന്നുന്നു ഒന്നുകൂടി കാര്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ടതുണ്ടോ. ദാറ്റ്സ് റിയലി ഗ്രേറ്റ്. നമ്മളെ ഒരു അറൌണ്ട് 2 million ചിൽഡ്രനെ, ഒരു 20 lakhs ചിൽഡ്രനെ അക്രോസ് ദ നാഷൻ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ. അത് നമ്മൾ എൻ്റയർ ഒരു ഇന്ത്യൻ ചിൽഡ്രനെ മൊത്തത്തിലാക്കണം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതില് ഇത്തരത്തിലുള്ള ചില ഇൻപുട്ടുകളും ചില മോട്ടിവേഷൻസും ഒക്കെ ഐ തിങ്ക് ദാറ്റ് വിൽ റിയലി ഹെൽപ്പ് ദം ടു കം അപ്പ് ബെറ്റർ. അതിനുള്ള ഒരു സപ്പോർട്ടോടെ ഞാൻ ഈ അവസരത്തിൽ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യാണ്. താങ്ക് യു ആൻഡ് വെരി റിയലി കൺഗ്രാജുലേഷൻ ദ ടീം. യു ഹാവ് ഡൺ എ ഗ്രേറ്റ് ജോബ്, ടീം MBT. താങ്ക് യു സോ മച്ച്. ബഹുമാനപ്പെട്ട IG വിജയൻ IPS, ബഹുമാനപ്പെട്ട മറ്റുള്ള സ്പീക്കേഴ്സ് സന്തോഷ് ആൻഡ് പ്രൊഫസർ ജെയ്സൺ, വളരെ വിലപ്പെട്ട ഞങ്ങളുടെ പാർട്ടിസിപ്പൻസ്, ലോകത്തിൽ അങ്ങോട്ടും ഒരുപാട് ഭാഗത്ത് നിന്ന് പ്രേക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രേക്ഷകരും, ആൻഡ് മൈ ഫെലോ MBT ടീം, വളരെ വിശദമായ ഒരു ഡിസ്കഷന് ശേഷം ഏറെക്കുറെ ഇറ്റ്സ് എ മിക്സഡ് ഫീലിംഗ് ഓഫ് ഇമോഷൻ ആൻഡ് ജോയ് ഫോർ ഓൾമോസ്റ്റ് ഓൾ ദ പാർട്ടിസിപ്പൻറ്റ്. കാരണം വെച്ചാൽ ജീവിതാനുഭവങ്ങളുടെ ക്യൂരിയോസിറ്റിയും ഗവേഷണത്തിന്റെ ക്യൂരിയോസിറ്റിയും ഒരു മിക്സ് ആണ് ഇന്ന് നമ്മൾക്ക് ഇവിടെ രണ്ട് സ്പീക്കേഴ്സും നമുക്ക് പങ്കുവെച്ചിട്ടുള്ളത്. സന്തോഷ് ജോർജ് പറഞ്ഞ രീതിയിൽ ചിന്താഗതികളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ക്യൂരിയോസിറ്റി എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. മനുഷ്യനെ മനുഷ്യനാക്കിയത് ക്യൂരിയോസിറ്റിയാണ്. വളരെ പ്രധാനപ്പെട്ട രണ്ട് വാക്കുകളും ഇൻസൈറ്റ്സും ആണ് മിസ്റ്റർ സന്തോഷ്. ഇത് അങ്ങ് പറയുന്ന പ്രകാരം തന്നെ ക്യൂരിയോസിറ്റിയും ഒരു യാത്രയാണ്. ക്യൂരിയോസിറ്റി ഇസ് എ ട്രിപ്പ്. അതിനൊരു മാപ്പില്ല എന്ന് താങ്കളുടെ സംസാരത്തിൽ സൂചിപ്പിച്ചു. യെസ്, ക്യൂരിയോസിറ്റി ഇസ് എ ട്രിപ്പ് ആൻഡ് ഇറ്റ് ഡസന്റ് ഹാവ് എ മാപ്പ്. We have to search our own routes to reach our curious destination. വളരെ great insights and from your life experience. Thanks a lot for joining us. You presented a വളരെ simple, വളരെ effective ആയിട്ടുള്ള manner. You gave us many insights. Professor Jacob, encourage people to ask question. വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് ആണ്, പക്ഷേ the value of that thing is അങ്ങ് വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ഒരുപക്ഷെ ബൈ ആസ്കിങ് ക്വസ്റ്റ്യൻസ്, ചോദ്യം ചോദിച്ചവൻ സ്വയം വിശ്വസിച്ച് പലതിലേക്കും ക്യൂറിയസ് ആയിട്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പ്രായോഗികമായിട്ടുള്ള രീതി സ്വീകരിച്ച് ക്യൂറിയസ് ആകും. അത് വളരെ ഷുവർ ആണ്. ആൻഡ് യു ഹവ് സെഡ് മെനി തിങ്സ് ഓൾസോ. വെഞ്ചർ ഇൻ ടു ക്യൂരിയോസിറ്റി ആൻഡ് യു എക്സ്പ്ലെയിൻ റിഗാർഡിംഗ് ദ പല ടൈപ്സ് ഓഫ് ക്യൂരിയോസിറ്റി. ആൻഡ് above all, curiosity is needed for survival. Yes, there is extremely ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കും വാചകങ്ങളുമാണ്. ഒരുപാട് പേര് ഇപ്പൊ എന്റെ സുഹൃത്ത് ഇപ്പൊ എനിക്ക് മെസ്സേജ് അയച്ചു, ഡാനിഷ്, 400-ൽ മേലെ പേര്, ഏകദേശം 500 തൊട്ട് താഴെ ആൾക്കാർ ഇപ്പോഴും ഈ സന്ദർഭത്തിലും സൂമിൽ ഈ പ്രോഗ്രാം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പാർട്ട് ഫ്രം ദ കൗണ്ട് വാട്ട് വി ആർ ഹാവിംഗ് ഇൻ ഫേസ്ബുക്ക് ആൻഡ് that is running into lakhs. നേരത്തെ മിസ്റ്റർ സൈഫ് സൂചിപ്പിച്ച ഒരു വളരെ വിസ്മയിപ്പിക്കുന്ന ഒരുപാട് ഒരു സെഷനായിട്ട് ഇത് മാറ്റി തന്നതിനെ നിങ്ങൾക്ക് രണ്ടുപേർക്കും വളരെ deep from heart and also from Mission Better Tomorrow expressing profuse thanks to both of you. And നിങ്ങളെ രണ്ടുപേരെയും മിസ്റ്റർ സന്തോഷിനെയും മിസ്റ്റർ പ്രൊഫസർ ജെയ്സനെയും
നന്മ ഹോംസിന്റെ ഈ സൺഡേ നടക്കുന്ന ഞങ്ങളുടെ നന്മ ഭവനത്തിന്റെ കൈമാറ്റ ചടങ്ങിലേക്ക് താങ്കൾ രണ്ടുപേരെയും കൂടെ ആ പരിപാടി വീക്ഷിക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട യൂസഫ് അലി സാഹിബ് എന്ന താക്കോൽദാൻ കമ്മിറ്റിയിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി താങ്കളെയും ഞങ്ങൾ ക്ഷണിക്കുന്നു, രണ്ടുപേരെയും ക്ഷണിക്കുന്നു. നെക്സ്റ്റ് വീക്ക് വി ആർ ഗോയിങ് ടു മീറ്റ് at the same time, and the session is daring to die. ഇതുപോലെ തന്നെ വിസ്മയിപ്പിക്കുന്ന സ്പീക്കേഴ്സ് നെക്സ്റ്റ് വീക്കിലും നമ്മൾക്ക് നിങ്ങളെ കാത്തിരിക്കുകയാണ്. പക്ഷേ ആ സ്പീക്കർ പോയിന്റ്സ് ഞങ്ങൾ ജസ്റ്റ് സസ്പെൻസ് ആക്കി വെക്കുകയാണ്. Wish to meet all of you next Friday at the same time. You'll have another excellent session. See you all next week. Take care. Stay safe. Good night. Good night.